ജോയിസ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മീക ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരവുമായി തീരട്ടെ എന്ന് ഞങ്ങൾ കർത്താവിൽ ആശംസിക്കുന്നു. നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടേതായ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് സിസ്റ്റർ സുജ പോൾ ആണ്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയിസ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി, എന്തുണ്ട് വിശേഷം? കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? കേക്കാലോ? സന്തോഷമായിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ ദേവദാസി, ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ ദാസിയ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ ഷെയർ ചെയ്യുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിൻ്റെ ദാസിയുടെ മേൽ ദൈവം പകർന്നാട്ട് കേൾക്കുന്ന ജനത്തിനത് വലിയ വിടുതലായി മാറുവാൻ, കർത്താവിൻ്റെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട് നെറ്റ്വർക്ക് സിസ്റ്റം എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിനുള്ളിൽ ആയിരിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ദാസി ജീവിതത്തിന്റെ അനുഭവത്തെ ദൈവദാസിക്ക് ഷെയർ ചെയ്യാനുള്ള സമയമാണ് ഇപ്പോഴും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഹല്ലേലൂയ, ആമേൻ. എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്, കർത്താവ് നല്ലവനാണ്. അവൻ്റെതായ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. നമുക്കതിനു വേണ്ടി ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ദൈവനാമത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഈ കാലഘട്ടത്തിൽ ആമേൻ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. അത് പങ്കുവെക്കേണ്ടത് നമ്മുടെ ആമേൻ നമ്മളിൽ കൂടെയാണ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെതായ ഒരു അനുഭവത്തിലേക്ക് ഹല്ലേലൂയ എല്ലാവരും എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശേഷാല എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, എങ്കിലും എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എല്ലാം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അതായത് സമുദായം നായർ സമുദായമാണ്. അപ്പൊ ഞങ്ങൾ 4 മക്കളാണ്. പിന്നെ എൻ്റെ ഫാദർ, എൻ്റെ അമ്മ, സ്തോത്രം, ഇവരൊക്കെ ഈ ഹിന്ദു രീതി അനുസരിച്ചിട്ടാണ്, ഹൈന്ദവ രീതി അനുസരിച്ചിട്ട് അവർ ഓരോ ദിവസവും അവരുടേതായ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഫാദറിന് അങ്ങനെ ദൈവമൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഭക്തിയുള്ള സ്ത്രീയായിരുന്നു. രാമായണം മഹാഭാരതമൊക്കെ വായിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. രാവിലെയും വൈകിട്ടും ഒക്കെയും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയായിരുന്നു. പക്ഷേ ആ ഒരു കൃത്യനിഷ്ഠയിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ചിന്തയുണ്ടായിരുന്നു, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടോയെന്നും. ഈ ഉള്ള ദൈവം, അതായത് ഹിന്ദുസത്തിന് ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ. അപ്പം ഓരോ ഇടത്ത് ചെന്നാലും ഓരോ പേരിലാണ് ദൈവങ്ങളെ അറിയപ്പെടുന്നത്. ഇതെൻ്റെ മനസ്സിൽ വളരെയധികം എഫക്റ്റ് ചെയ്തു. ഭയങ്കരമായിട്ട് ആഴമായിട്ട് ഒരു ചിന്തയ്ക്ക് കാരണമായി തീർന്നു. ഇത് ശരിയാണോ? എത്ര ദൈവത്തെ വിളിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചങ്ങനാശ്ശേരി ദേശത്ത് ഞങ്ങൾക്ക് താമസിക്കേണ്ടതായി അച്ഛൻ്റെ ജോലിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി ദേശത്ത് താമസിക്കേണ്ട ഒരു അനുഭവം കടന്നു വന്നു. സ്തോത്രം. അത് വേറൊന്നുമല്ല, അച്ഛൻ്റെ ജോലിയുടെ ആ ചങ്ങനാശ്ശേരി പ്രദേശം ആരമനയ്ക്കടുത്ത് ആണ് താമസിച്ചിരുന്നത്. അങ്ങനെ കത്തോലിക്കല്ല. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴേ അച്ഛന്മാരും അവരൊക്കെ ഇങ്ങനെ പോകുന്നതും വരുന്നതും കണ്ടിട്ടുണ്ട്. എനിക്കെന്തോ അവരോട് എനിക്കൊരു ആകർഷണം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 4 വയസ്സേ ഉള്ളൂ.
എൻ്റെ അമ്മ ഈ ഹിന്ദുസം അനുസരിച്ചിട്ട് ഇത് അമ്മ പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് എന്തോ അവരുടേതായ പ്രാർത്ഥനകളിൽ എനിക്ക് ചെറുപ്പത്തിലെ ഒരു ആകർഷണം തോന്നിയത് കൊണ്ടായിരിക്കാം അവരുടെ കൺവെൻഷനുകളിലൊക്കെ ഞാൻ ശ്രദ്ധ വെച്ച് 4 വയസ്സേ ഉള്ളൂ, ഞാൻ കുഞ്ഞിലെ ഞാൻ ശ്രദ്ധ വെച്ച് ഞാൻ കേൾക്കുമായിരുന്നു. ഒരിക്കല് അച്ഛന് എൻ്റെ ഫാദർ അല്ല എൻ്റെ ഫാദർ ഇങ്ങനെ അടുത്ത് എന്നെ നിൽക്കുന്നതൊക്കെ കാണുമ്പോഴ് നീ എവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അതിന് അവർക്ക് ഇത് കേൾക്കാൻ നിൽക്കുന്നതാ. പക്ഷെ അപ്പോഴെന്നെ ഞാൻ വെറുതെ നിൽക്കുന്ന പറഞ്ഞ ഒരിക്കൽ എന്നെ കൈപിടിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ ഒരു ദിവസം ഒരു കൺവെൻഷനില്, അവരുടെ കൺവെൻഷനില് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു, സുവിശേഷം. ആ യേശുക്രിസ്തു ഇങ്ങനെ അവരുടേതായ ആ രീതിയിൽ സംസാരിച്ചപ്പം യേശുക്രിസ്തു ഉയർത്തു ജീവിച്ചു എന്നുള്ളത് പറയാതെ അവര് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും നല്ല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. കർത്താവ് യേശു അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തത് ഒക്കെ. അവസാനത്തെ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും. അങ്ങനെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് ഒത്തിരി പേര് വന്നു, പ്രാർത്ഥിച്ചു പോയി. അപ്പൊ എൻ്റെ ചിന്ത, യേശുക്രിസ്തുവിലുള്ളവരൊക്കെയും ആശുപത്രി വേണ്ട, രോഗികൾ സൗഖ്യമാകും. ഇവനെ എന്തുകൊണ്ട് ഇവര് ആശുപത്രി ഇട്ടിരിക്കുന്നതായി? ഇവർക്കൊക്കെ ആശുപത്രി ഉണ്ട്, എന്തിനാ ഒരു ഹോസ്പിറ്റൽ എങ്ങനെ ഇട്ടിരിക്കുന്നേ എന്നൊക്കെ ഒരു ചിന്ത ഭരിച്ചു. പക്ഷെ ഞാൻ വിചാരിക്കുന്നു അപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ഹോസ്പിറ്റൽ ഇട്ടിരിക്കുകയായിരിക്കും, യേശുവിന് വേണ്ടി യേശു ഇവർക്ക് സൗഖ്യം കൊടുക്കുമായിരിക്കും. ഇങ്ങനെ ഞാൻ ചിന്തിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന ആ ദേശത്ത് നിന്ന് തന്നെ എനിക്ക് പള്ളിയിൽ പോകണമെന്നായി. പക്ഷെ അതിന് എൻ്റെ ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ ഫാദർ അവിടെ നിന്ന് സ്ഥലം മാറി മുണ്ടക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ ആ ദേശത്ത് എന്നെ പോകുന്ന സമയങ്ങളിൽ വളരെ കഷ്ടതയും വേദനയും എൻ്റെ ജീവിതത്തിലുണ്ടായി. എനിക്ക് വയറ്റിലൊരു പ്രശ്നം ഉണ്ടായി. എത്ര ഡോക്ടർമാര് ചികിത്സിച്ചാൽ മാറാത്ത വൈദ്യന്മാരെ എല്ലാം കാണിച്ച് ഇത്തിരി വയറ്റിൽ നിന്ന് ഇങ്ങനെ പച്ച കളറിലുള്ള സാധനം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന് വയറങ്ങ് പെരുവി എനിക്കൊരു വിടുതൽ കിട്ടാതെ വന്ന ആ സമയം ഉണ്ടായിരുന്നു. മരണത്തോട് മല്ലടിക്കുന്ന ഒരു അനുഭവം പോലെ തന്നെ എനിക്ക് ഉണ്ടായി. എൻ്റെ അപ്പനും അമ്മയും അതിനുവേണ്ടി ഒരുപാട് ചികിത്സിച്ചു. എന്നാൽ ആ ഒരു പ്രശ്നം എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്തു. ആ നിമിഷത്തില് ഒരു ദിവസം സഹിക്ക വയ്യാതെ, വയറ്റിൻ്റെ ആ വേദന സഹിക്ക വയ്യാതെ ഞാന് യേശുവിനെ വിളിച്ചു. ക്രിസ്ത്യാനികളുടെ ദൈവമേ, യേശുവേ, എനിക്കും ഒരു സൗഖ്യം തരണേന്ന് ഞാനിങ്ങനെ വിളിച്ചു. അങ്ങനെ ക്രിസ്ത്യാനികളുടെ ദൈവമേ എന്ന് വിളിക്കുന്ന ആ നിമിഷം ഞാൻ കണ്ണടഞ്ഞു പോയി, ഉറങ്ങിയതുപോലെയായി. ആ സൗഖ്യം പൂർണ്ണ ഒരു വിടുതലിലേക്ക് കൊണ്ടുവന്നു. ആകാശ മേലിൽ നിന്ന് ഒരു വെള്ള രൂപത്തില് ഒരു വ്യക്തി ഇങ്ങനെ ഇറങ്ങി വന്ന് എൻ്റെ വയറ്റില് കൈവച്ചിട്ട് പോകുന്നതായിട്ടൊരു സ്വപ്നം. അത് കഴിഞ്ഞിട്ടുള്ള സ്വപ്നം സകലതും തകർന്ന് ഞങ്ങളുടെ 4 മക്കളും ഞാനും, അല്ല എൻ്റെ 6 പേര് ഞങ്ങൾ ഒഴുക്കിൽപ്പെട്ട് ഒരു കിണറ്റിൽ കിടന്ന് ഒരു സഹായത്തിനായി നിലവിളിക്കുന്ന ഒരു സ്വപ്നമാണ് എന്നെ ആ സമയത്ത് കാണിക്കുന്നത്. ആ 4 മക്കളും അമ്മയും അപ്പനും വലിയൊരു കിണറിൽ കിടന്ന് കൈകാലത്തടിക്കുന്ന ഇരുട്ടാണ്, വെള്ളമില്ല. ആ ഇരുട്ടിൽ കിടന്ന് കയന്നെ ഞങ്ങളെ രക്ഷിക്കാമോ എന്ന് വിളിക്കുന്ന ഒരു സ്വപ്നം ഞാൻ കാണാനിടയായി. ഇത് കഴിഞ്ഞ് ഞാൻ സ്വപ്നം കണ്ടു. ഞാന് ആ സ്വപ്നത്തോടുകൂടി ഞാൻ ഭയങ്കര നിലവിളി ആ കുഴിയിൽ, അല്ലെങ്കിൽ വലിയൊരു കിണറാണ്, ആ കിണറ്റിൽ കിടന്നു വിളിക്കുന്ന ശബ്ദം ഇവരെല്ലാവരും വിളിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ശബ്ദമൊന്നും പുറത്തല്ല. എന്റെ ശബ്ദം മാത്രം ആരോ ഒരാൾ കേട്ടു. അങ്ങനെ ആ കിണറ്റിലെ ഒരാള് കൈ തന്നു.
കിണറെന്ന് പറയാൻ വലിയ പാതാളം പോലത്തെ കുഴിയാണ്, ഇരുട്ടാണ്. ഒരു വലിയ കൈ നീണ്ടു വന്ന് ഞാൻ കിടന്ന താഴെ ഇട്ടു. ആ കൈ കൊടുത്തു ഞാന് പെട്ടെന്ന് എന്നെ വലിച്ച് പുറത്തിട്ടു. ഇത് കണ്ട് ഞാന് എൻ്റെ സഹോദരങ്ങളെല്ലാം, നിങ്ങളെല്ലാം കയറി വാ, ആളിനെ കാണുന്നില്ല, കയറി വാ എന്ന് പറയുമ്പം ഇവരെല്ലാവരും പുറത്തു വന്നു. എൻ്റെ ഫാദർ മാത്രം വന്നില്ല. ഇതാണ് എൻ്റെ സ്വപ്നം. ഈ സ്വപ്നം കണ്ണു തുറന്നു നോക്കിയപ്പോ എൻ്റെ വയറ്റിലെ അസ്വസ്ഥത എല്ലാം മാറി. വയറിന്റെ അസ്വസ്ഥത, വയറിന്റെ അതായത് അഴുക്ക് എല്ലാം മാറിക്കിട്ടിയെങ്കിലും ഈ സ്വപ്നം എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. എന്തായിരിക്കും ഇതിന്റെ സ്വപ്നം? അച്ഛൻ എന്തുകൊണ്ട് വന്നില്ല? ആ വലിയൊരു അപകടത്തിൽ നിന്ന് എന്തുകൊണ്ട് വന്നില്ല? ഇതൊരു തുറന്നെനിക്ക് പറയാൻ കഴിയാത്ത, ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെയായിരുന്നു. വർഷങ്ങളോളം ഹൃദയത്തിന്റെ ഭാഗത്ത് അത് കിടന്നു. നാളുകൾ കഴിഞ്ഞു. അമ്മ 13-ാമത്തെ വയസ്സായപ്പോ അമ്മ രോഗിയായി. അച്ഛൻ മദ്യപാനിയായി. എങ്ങോട്ട് പോയാലും ഒരു വിടുതലില്ലാത്തൊരവസ്ഥ. സകലതും തകർന്നു. ഒന്നുമില്ലാത്ത അവസ്ഥ. ഇരുട്ടിന്റെ ആഘാത അവസ്ഥ. ജീവിച്ചിരിക്കുന്നുവെങ്കിലും മനുഷ്യരെ പോലെയല്ല ജീവിച്ച്. മനുഷ്യരെ പോലെ അല്ല ജീവിച്ച. അത്രപോലെ ദുഃഖത്തോടും നിന്ദയോടും പരിഹാസത്തോടും ജീവിക്കേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ 12ാം ക്ലാസ് വരെ പഠിക്കാനിടയായി. പഠിപ്പിച്ചതല്ല വീട്ടുകാർ, പഠിച്ചു വന്നതാണ്. കാരണം തിരിഞ്ഞു നോക്കും, വെള്ളം കുടിക്കാൻ കൂടെ, അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ മദ്യപിക്കുന്ന ഒരു പിതാവ്, സകലതും തകർന്ന ഒരവസ്ഥ. ഒരു ചെറിയ ഒരു മൺകൂര, ആ മൺകൂരക്കകത്ത് ഒതുങ്ങിക്കൂടുന്ന അമ്മയും 4 മക്കളും. എൻ്റെ പ്രാർത്ഥന, ഞാൻ യേശുവിനെയൊക്കെ മറന്നു. എനിക്ക് സൗഖ്യം കിട്ടിയതൊക്കെ ഞാൻ മറന്നുപോയി. എവിടെയോ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിലും പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടാത്ത ഒരവസ്ഥ. അതിനൊരു കാരണമുണ്ട്. ദാരിദ്ര്യത്തിന്റെ അവസ്ഥ വന്നപ്പം വീട്ടിനടുത്തൊരു പള്ളിയുണ്ട്, കത്തോലിക്ക. ആ പള്ളിയിലെ മാവ് കൊടുക്കും. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർക്ക് നമുക്ക് തരുന്നതിന് വ്യത്യാസം കണ്ടപ്പോ അവരുടെ ഇടയിൽ ഒന്ന് പള്ളിയിൽ പോകുന്ന ഒരു അനുഭവം വന്നപ്പോഴത്തേക്കും അതിന് നമ്മൾ ഹിന്ദു എന്ന് വന്ന ആ ഒരു വേർതിരിവ് കത്തോലിക്കരുടെ ഇടയിലുണ്ട്. പിന്നെ അവിടെ വന്ന് യേശുവിനെ അപ്പോഴും അറിഞ്ഞെങ്കിലും വിട്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ദൈവത്തെ നമ്മള് വിളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തോ അവിടെ നിന്നും മാറിയിട്ടു. എന്നാലെല്ലാം ദൈവത്തിന്റെ സമയം അടുത്തു. ഞാന് വളരെയധികം ഹിന്ദു മാർഗത്തില് അനുസരിച്ച് ഉള്ള അമ്പലങ്ങളിലെല്ലാം കയറിയിറങ്ങി സമാധാനത്തിനായിട്ട്. ഉള്ളിൽ സമാധാനം ഇല്ല. ആ സമാധാനത്തിന് വേണ്ടി ഞാൻ ഇഷ്ടംപോലെ അമ്പലങ്ങളിൽ പോകുമായിരുന്നു. പിന്നെ വീട്ടിലെ ആവശ്യങ്ങളും അത് എല്ലാം, അമ്മയ്ക്ക് രോഗത്തിന് സൗഖ്യം വേണം, അപ്പൻ്റെ മുടി മാറണം, വീട്ടിന് ഇളയത്തുങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആവശ്യം, എൻ്റെത് വീട്ടിലെ ചെലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ നിന്ന് പരിഹാസം, ചുറ്റുപാടും ആർക്കും നമ്മളോടൊരു ഇതില്ലാത്ത ഒരു അവസ്ഥ, സ്വന്തക്കാർക്കും ബന്ധുക്കളും നമ്മളെ വേണ്ട എന്നുള്ളൊരു അനുഭവം. അത് ഒറ്റപ്പെടുത്തുമായിരുന്നു. വിവാഹങ്ങൾക്ക് പോലും ഞങ്ങളെ വിളിക്കത്തില്ലായിരുന്നു. അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് അവർ വിളിക്കത്തില്ലായിരുന്നു. അത്രയും വലിയ സ്റ്റാറ്റസ് ഉള്ള കുടുംബമാണ്. അതുപോലെയുള്ള വസ്ത്രങ്ങൾ കൊടുക്കാനോ ആഭരണമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ കൊണ്ട് ആഭരണം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പം കടം വാങ്ങിച്ച ആഭരണം ഇട്ട് വലിയ ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ ഒപ്പം നിൽക്കാനായിട്ടുള്ള ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് അവരാരും ഞങ്ങളെ വിവാഹത്തിലൊന്നും വിളിക്കത്തില്ല, കണ്ടാൽ പോലും തിരിഞ്ഞു നോക്കത്തില്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തെ വല്ലാതെ എഫക്റ്റ് ചെയ്തു. നാളുകൾ കഴിഞ്ഞു. 18 വയസ്സ് ആയി, 17 വയസ്സ് കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. പിന്നെ ഉള്ള നിവൃത്തിയില്ല. പിന്നെ ഇനി പഠിക്കണ്ടെന്ന് വെച്ചു. കാരണം എന്തെങ്കിലും ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കണമെന്നായി. പക്ഷെ അതിന് ഒരു ഗതിയും കിട്ടുന്നില്ല. അതോടനുബന്ധിച്ച് ഞാൻ ദൈവത്തിനെ അന്വേഷിക്കാൻ തുടങ്ങി. ദൈവത്തെ അന്വേഷിച്ച് ആശ്രമം വരെ പോയി. തിരുവനന്തപുരത്ത് നെട്ടയം എന്ന് പറഞ്ഞ ആശ്രമമുണ്ട്. അവര്
ആശ്രമത്തില് ദൈവം ഏത് ദൈവത്തെ വിളിച്ചാലും ഒറ്റ ദൈവത്തെ അകത്ത് ഇരിക്കാവൂ എന്നുള്ളതാണ്. ഉള്ള ദൈവത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏകാഗ്രത കിട്ടത്തില്ല. അവരുടെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ദൈവത്തെ, എല്ലാം ദൈവമാണ്, ഏതെങ്കിലും ഒരു ദൈവത്തെ വിളിച്ചാൽ അക്കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, യേശുക്രിസ്തുവിനെ വിളിച്ചാൽ എന്താന്ന്? അപ്പം പറഞ്ഞു, യേശുക്രിസ്തു മറുപടിയില്ല, കുട്ടി ക്രിസ്ത്യാനി അല്ലല്ലോ, ക്രിസ്ത്യാനി ചെയ്യട്ടെ, നിങ്ങൾക്ക് നമ്മളുടെ ദൈവങ്ങളുണ്ടല്ലോ, ഏതെങ്കിലും ഒന്നിനെ വിളിച്ചാൽ. അങ്ങനെ അവരോട് അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ശരിയെന്ന് വെച്ചു. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് തൂക്കിയിട്ടില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ദൈവം വേണമല്ലോ. ഞാനിങ്ങനെ ചുറ്റി പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും ആ ആശ്രമത്തിൽ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ദൈവത്തിനെ ഹൃദയത്തിൽ കയറ്റാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ തിരിച്ചു വന്നു. ദൈവമേ, അടുത്ത ഞായറാഴ്ച ഞാൻ കടന്നു പോകുമ്പോൾ അവിടെ ഒരു സ്വാമി, ഏതോ ഒരുപാട് സ്വാമികളുണ്ട്, അതിൽ ഒരു സ്വാമി ബൈബിൾ വായിക്കുന്ന ഞാൻ കേട്ടു. ചെറുപ്പക്കാരനായതുകൊണ്ട് നമുക്ക് അടുത്ത് പോകാൻ പാടില്ല. ഒത്തിരി ചെറുപ്പം പറഞ്ഞേ, 10-22 വയസ്സെങ്ങാണ്ടേ ഉള്ളു. അപ്പൊ എനിക്ക് പ്രായം 18. ഒത്തിരി അടുത്ത് പോയാൽ അവരത് വിലക്കും. പ്രായം ചെന്നവരടുത്ത് ചെല്ലും. അപ്പം എനിക്ക് അദ്ദേഹത്തിനെ കാണണം. ഞാൻ ചെന്ന് അദ്ദേഹത്തിനെ ഒന്ന് നോക്കി, അദ്ദേഹം എന്നെ നോക്കി. പക്ഷെ അദ്ദേഹത്തിന് ഭയമുണ്ട്, അത് നോക്കിക്കൂടാ, തിരിഞ്ഞുകൂടാ, നമ്മളോട് മിണ്ടിക്കൂടാ. പക്ഷെ എന്തായാലും വരട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ 2-3 ഞായറാഴ്ച കടന്നു. പിന്നെ അങ്ങേര് വായിക്കുന്നത് കണ്ടിട്ടില്ല, ഒറ്റ പ്രാവശ്യം വായിച്ചു. അപ്പൊ അന്ന് വായിക്കുന്നുണ്ടായിരിക്കാം, എന്റെ കണ്ണിൽ കണ്ടു. ഒരു ദിവസം മൂത്ത സ്വാമിജി പറഞ്ഞു, അത് പിന്നീട് അങ്ങനെ ഞാന് അന്വേഷിച്ചു. ബൈബിളിന്റെ കാര്യമൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. നാളുകൾ കഴിഞ്ഞു, വീണ്ടും RSSന്റെ പ്രവർത്തകയായി. RSSന്റെ പ്രവർത്തകയെന്ന് വെച്ചാൽ സ്വന്തക്കാരും മുഴുക്കെ RSS. എന്തിനാ RSS ചേർന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും അവർ ഞങ്ങളെ സ്നേഹിക്കിട്ടെന്ന് ഓർത്തിട്ട്. അങ്ങനെ കസിൻസ് എല്ലാം അതിനകത്തുള്ളത് കൊണ്ട് ഞാൻ RSSന്റെ പ്രവർത്തകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിനെല്ലാം പോവുകയും അവരുടെ പ്രാർത്ഥനകളിലും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെയും മുഴുകി നിൽക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിലാണ് ഞാനൊരു നഴ്സറി സ്കൂളിൽ ജോലിക്കായിട്ട് പോകാനിടയായി. അങ്ങനെ ജോലിക്ക് കടന്നുപോയി. അവിടെ വെച്ച് അവിടുത്തെ ഒരു പ്രിൻസിപ്പളിന്റെ കയ്യിൽ ഒരു ബൈബിൾ ഇരിക്കുന്നതാണ്. അത് തുറന്നു നോക്കിയപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനത് അടച്ചു വെച്ചു. പിന്നെ ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ വീണ്ടും ആശ്രമത്തിൽ പോയി. ആശ്രമത്തിലെ മൂത്ത സ്വാമിയോട് ചോദിച്ചു, ഈ ബൈബിള് യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ബൈബിൾ മാത്രമല്ല, ഞാൻ ഖുറാനും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഹിന്ദുസത്തിന്റെ എല്ലാ ഉപനിഷത്തുകളും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യൂസ് ചെയ്യാറുണ്ട്. 4 വേദങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അപ്പം അങ്ങനെ അവര് ആ വേദങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം അങ്ങനെയല്ല, എല്ലാം അറിയാം. പുള്ളിക്ക് ഓൾറെഡി അറിയാം. അവിടുത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രാർത്ഥന, ശ്രീരാമകൃഷ്ണ ഹംസരോടുള്ള പ്രാർത്ഥന. അവരുടെ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അതിന് അദ്ദേഹം ഉണ്ടല്ലോ, വിവേകാനന്ദൻ വെള്ളത്തിൽ കൂടെ നടന്നു പോയതും ഒക്കെ അദ്ദേഹം പറഞ്ഞു. ദൈവം ഏകാഗ്രതയിൽ നിന്ന് മുളച്ചു വരുന്നതാണ്. ബ്രഹ്മനിൽ നിന്ന് ബ്രഹ്മനിലേക്ക് ചേരുന്ന ഒരു പ്രക്രിയയുണ്ട്, കർമ്മപ്രവൃത്തി. ആ കർമ്മപ്രവൃത്തിയും നമ്മുടെ ആത്മാവും എല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കും. നല്ല പ്രവൃത്തി, നല്ലത് ചിന്തിക്കുക. അവര് ഒന്ന് പറയുന്നുണ്ട്, നമ്മളെ ബോഡിയിൽ രണ്ടുമുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുമുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. നല്ലത് ചെയ്താൽ നന്മയിലേക്കും ബ്രഹ്മനിലേക്കും, ചീത്ത പോയാൽ അത് ഈ വേസ്റ്റിലേക്കും പോകും. അത് അവസാനം ചെന്നെത്തുന്നത് എങ്ങുമല്ലാത്ത കർമ്മപ്രവൃത്തി ഇല്ലല്ലോ. പ്രവർത്തനം നല്ലതല്ലാത്തത് കൊണ്ട് ദൈവം അത് സ്വീകരിക്കുന്നില്ല, ബ്രഹ്മനിലേക്ക് ചേരാൻ പറ്റത്തില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി.
അവസാനം അവര് എല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നു. ഇതിനകത്ത് ബൈബിളും വായിക്കാറുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും എല്ലാം ചെയ്യും എന്ന് മനസ്സിലായി. ഞാൻ അങ്ങനെ സ്കൂളിൽ പോകുന്ന വഴി ആ സ്കൂളിൽ പോകുന്ന വഴിയില് ഒക്കെയും ദൈവത്തെ കാണാനായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പ്രാർത്ഥന അറിഞ്ഞുകൂടാ, അങ്ങനെ മുമ്പോട്ട് പോവാം. ഒരു ദിവസം എനിക്ക് മാനസികമായ ചില വിഷയത്തിന്മേൽ വളരെയധികം വിഷമം തോന്നിയ ഒരു അനുഭവം ഉണ്ടായി. അന്ന് ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. എന്തായാലും ഒന്നും കണ്ടെത്തുന്നില്ല, ഒന്നുമില്ല ജീവിതത്തിൽ. ഏത് വഴിയും ഞാനൊരു ജോലിക്ക് പോയാൽ അവിടെ ഫെയിൽ, ഞാൻ എന്തെങ്കിലും ചെയ്ത ട്യൂഷൻ എടുത്താൽ അത് ഫെയിലാണ്. എല്ലാം ഒരു പരാജയത്തിന്റെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ഞാൻ നിൽക്കും. ഇതിനും ഭേദം ഞാൻ തൊടുന്നതെല്ലാം എനിക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറി. നാളുകൾ കഴിഞ്ഞു. അത് ഒരു ദിവസം ഞാൻ തീരുമാനം തന്നെ എടുത്തു, ആത്മഹത്യ ചെയ്താലെന്ത്. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ എല്ലാം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം അപ്പൻ മദ്യച്ച് കിടപ്പുണ്ട്, സഹോദരങ്ങളുണ്ട്, അമ്മ രോഗിയായി കിടക്കും. ഇവരെല്ലാം ഇട്ട് പിരിഞ്ഞു പോകാൻ പോകും. നാളെ ഈ സമയത്ത് ആൾക്കൂട്ടം ആവും. 3-4 ദിവസം കഴിയുമ്പോൾ എന്നെ എല്ലാവരും മറക്കും. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് ഞാനും തീരുമാനിച്ചു. അങ്ങനെ ഇരുന്ന ആ നിമിഷത്തില് രാത്രി 1 മണിയായി. 1 മണിക്ക് മുമ്പ് തന്നെ ഒത്തിരി കരഞ്ഞു. ഹൃദയം കഠിനപ്പെടാൻ തുടങ്ങി, മരണത്തിലേക്ക് നീങ്ങുക. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്, മരണം നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഹൃദയം കഠിനപ്പെടും. 2 ഫീലിംഗ് ഞാൻ അനുഭവിച്ചു. എന്താണ് മരണത്തിന്റെ ആ കാഠിന്യത എന്ന് ആ നിമിഷം മനസ്സിലായി. പൈശാചികനാണല്ലോ മരണത്തിന്റെ ആ അവസ്ഥ. അത് കഠിനപ്പെടും ഹൃദയം. പിന്നെ ആരെയും നോക്കത്തില്ല, രാത്രിയെന്നില്ല പകലെന്നില്ല, ബന്ധുവുണ്ടോ സ്വന്തക്കാരുണ്ടോ ആരുണ്ടോ എന്ന് നമ്മൾ നോക്കത്തില്ല. മരണം എന്നെ വളരെ 18 സംഖ്യത്തിൽ പറഞ്ഞ പോലെ പാതാള ഗോപുരങ്ങൾ എന്നെ, ഹല്ലേലൂയ, ആ ഒരു അനുഭവം എന്നെ പിടിച്ചു. മരണപാശങ്ങൾ എന്നെ ചുറ്റി. ആ മരണപാശം എന്നെ ചുറ്റാൻ തുടങ്ങി. മരണപാശങ്ങൾ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ല, പിന്നെ നമ്മൾ ആ പ്രവൃത്തി നമ്മൾ ചെയ്തിരിക്കും. നമ്മൾ നാളുകളായി ചിന്തിക്കുന്ന ഒരു വിഷയമാണെങ്കിലും മരണം എന്നെ ചുറ്റാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാഠിന്യത്തിലേക്ക് പോവാം. ഹൃദയം കഠിനപ്പെടുമെന്ന് വെച്ചാൽ കഠിനപ്പെടും, അത് പറഞ്ഞറിയിക്കാൻ ആർക്കും പറ്റില്ല. ആ കഠിനപ്പെട്ട മണ്ഡലത്തേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ കണ്ടതുകൊണ്ടായിരിക്കാം, ഞാൻ അറിയാതെ ജീവനുള്ള ദൈവമുണ്ടോ എന്ന് വിളിച്ചു. എൻ്റെ ആത്മാവോ ഞാനോ എന്ന് ഞാൻ അറിയുന്നില്ല. പെട്ടെന്ന് ഒരു ദൈവശബ്ദം പോലെ ഞാൻ കേട്ടു. എന്റെ മുറിമുഴുക്കയും പ്രകാശം പോലെ തോന്നി. കണ്ണടഞ്ഞിരിക്കുന്ന ഞാൻ കരഞ്ഞോണ്ടിരിക്കുന്ന കഠിനപ്പെട്ട ഹൃദയത്തിനകത്ത് പെട്ടെന്നൊന്ന് ഈ പറഞ്ഞതുപോലെ ആ കാഠിന്യത, മരണത്തിന്റെ കാഠിന്യത, അതായത് ഒരാൾ കെട്ടിവെച്ചാൽ, കയറുകൊണ്ട് കെട്ടിവെച്ചാൽ അത് പതുക്കെ അഴിയുന്നത് പോലെ ആ മരണത്തിന്റെ പാശം എന്നെ പതുക്കെ അഴിയാൻ തുടങ്ങി. പ്രകാശം എൻ്റെ ഉള്ളിനകത്ത് കയറും തോറും ആദ്യം ചെറിയതായിട്ട് തുടങ്ങി, പിന്നെ അത് ചെറുതായിട്ട് അഴിയാൻ തുടങ്ങി. അത് കൂടുന്തോറും അത് മഞ്ഞുരുകുന്നത് പോലെ ഉരുകാൻ തുടങ്ങി. ഞാൻ ഫുള്ളായിട്ട് ആ കയറുകൊണ്ട് കെട്ടിയ ആള് എങ്ങനെ സ്വതന്ത്രമായോ എൻ്റെ ഹൃദയം സ്വതന്ത്രമായി മാറി. ആ കെട്ടഴിഞ്ഞു, മരണത്തിന്റെ കെട്ട്. ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം, മരണത്തിന്റെ നീക്കുമ്പോക്ക് യഹോവയ്ക്കുള്ളതാണ്. ഒരാൾ മരിക്കാൻ തീരുമാനിച്ചാൽ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ എവിടെയെങ്കിലും വെച്ച് മരണത്തിന് അവനെ വിടിവിക്കുക. കർത്താവ് ആകർഷിച്ചിട്ടല്ലാതെ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ കർത്താവിന്റെ അടുക്കിലേക്ക് ആർക്കും വരാൻ പറ്റത്തില്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ എന്നെ സ്നേഹിച്ചു. ആമേൻ, സ്തോത്രം. അതുപോലെ എത്ര പേരെ
ദൈവം സ്നേഹിച്ചു. അവൻ ലോകത്തിന്റെ ആ ദൈവസ്നേഹം എന്തെന്ന് എനിക്ക് അറിയാതിരിക്കവേ, ഞാൻ അവനെ അറിയാതിരിക്കവേ ദൈവം എന്നെ തേടി വന്നു. സ്തോത്രം. അങ്ങനെ ആ സ്വാതന്ത്ര്യം, മരണത്തിന്റെ സ്വാതന്ത്ര്യം ഞാൻ നന്നായി അനുഭവിച്ചു. എനിക്കറിയില്ല ആരാണെന്ന്, എങ്ങനെ ഇത് സംഭവിക്കുന്ന അറിയില്ല. ഒരു പ്രകാശം വന്നു. അപ്പൊ ഞാൻ ആരെയാ വിളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ വിളിച്ചോണ്ടിരിക്കുന്ന ഇവരെയല്ലേ, ആശ്രമത്തിന്റെ അനുഭവത്തിലല്ലേ. അപ്പം അത് വല്ലതുമാണോ എന്നുള്ളതായിരുന്നു. നീ ആര് എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കാനിടയാ. പ്രകാശം എന്നുവെച്ചാൽ മുഴുക്കൻ പ്രകാശം എന്ന് എനിക്ക് തോന്നുക, എൻ്റെ ഉള്ളു നിറയെ ആണ് ആ പ്രകാശം. അത് ഞാൻ മുഴുക്കുകയും അനുഭവിക്കുക. ആ സ്നേഹവും ആ സന്തോഷവും ഒരു പിതാവ് എങ്ങനെ അണയ്ക്കുന്നുവോ, എങ്ങനെയാണ് ഒരു മാതാവ് ഒരു കുഞ്ഞിനെ അണയ്ക്കുന്നുവോ, അതുപോലുള്ള ഒരു സ്നേഹം യേശുവിനെ വാരിയെടുക്കുന്ന പോലെ എനിക്ക് തോന്നി. തിരുനാമത്തിന് സ്തോത്രം. ആ സ്നേഹത്തിൽ ആരോ ചേർന്ന് നിൽക്കുന്നത് എനിക്കറിയാം. ആരോ ചേർന്ന് നിൽക്കുന്നു. 2000 പറഞ്ഞു ഞാൻ ആരെന്ന് ചോദിക്കുന്ന ചിന്ത വരുന്നതിന് മുമ്പ് തന്നെ ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആമേ ക്രിസ്തു, നീ വിളിക്കുന്ന യേശുവാണ് എന്നെ അടുത്തോട് ചേർന്ന് നിൽക്കുന്നതെന്ന് പറയാനിടയായി. ഞാന് പിന്നെ ഒന്നും നോക്കിയില്ല. ദൈവമേ എന്നുള്ള വിളിയിൽ പൊട്ടിക്കരഞ്ഞു. അപ്പം പറഞ്ഞു, മോളെ, ആദാമിക പാപം നിന്നിലുണ്ട്. ആ പാപത്തിന് പരിഹാരമായി ഞാൻ കാൽവരിയിൽ യാഗമായി തീർന്നു. ഞാൻ ആ കാൽവരി യാഗമായ ആ യാഗത്തിൽ വിശ്വസിക്കുന്നവരെ രക്ഷ പ്രാപിക്കും. കാൽവരി ക്രൂശിക്കപ്പെട്ടോ ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല, അതിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതാണ് എന്നോട് ദൈവം സംസാരിച്ചത്. 16 മർക്കോസിന്റെ സുവിശേഷം 16 വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ശിക്ഷാവിധി പിന്നെ അവനില്ല. സ്തോത്രം. അങ്ങനെ ഞാന് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വാഗൊണ്ട് എവിടം വരെ കേൾക്കാമോ അത്രത്തോളം ഞാൻ വിളിച്ചു, അലറി. ഭാവിയാണെന്ന് ഞാൻ ഏറ്റുപറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ ആദ്യം പറയുമ്പോൾ ഞാൻ ഒന്നിനെയും ആരെയും കൊന്നിട്ടില്ല, ഇങ്ങനെയൊക്കെ ഒരു ചിന്താഗതിയാണ്. പക്ഷെ കർത്താവ് അപ്പോഴാ പറഞ്ഞ ആദാമിക പാപം. എനിക്കത് കഥയൊക്കെ അറിയാം. എൻ്റെ ഉള്ളിൽ ഞാൻ 7ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും പഠിക്കുമ്പം ഞാൻ ക്രിസ്തുവിന്റെ വചനം ശരിക്കും കേട്ട ആളാണ്. ഒത്തിരി വചനങ്ങൾ കേട്ട ആളാണ്. അതെന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അങ്ങനെ ആദാമികമായി ആദാവ് ആരാണെന്ന് എനിക്ക് പഠിക്കണ്ട, എനിക്കറിയാം അത് എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഏറ്റുപറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. രാത്രി 2 മണിയായി. 12:45 എന്റെ മുറിയിൽ കർത്താവ് വന്നതാ. 1 മണിക്കൂറോളം എന്റെ അടുക്കൽ നിന്നു. ഇന്നും ആ കർത്താവ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നും അവന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അങ്ങനെ ആ 1 മണിക്കൂർ അത് കഴിഞ്ഞ് 2 മണിയോടുകൂടി എന്റെ ദൈവം, ഞാൻ ഇറങ്ങി വന്നു. കർത്താവ് യേശു ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം അതെല്ലാം പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അപ്പോഴാളായിട്ട് നിന്ന ആള് പിന്നെ കണ്ടില്ല. പിന്നെ അനുഭവം വന്നതുകൊണ്ടാണ് 2 മണിക്ക് എഴുന്നേറ്റത്. എങ്കിലും കർത്താവ് പറഞ്ഞു, എപ്പോഴും ഞാൻ നിന്നോട് കൂടെ. ഒരു വാക്കാണ് എന്നോട് പറഞ്ഞത്, ഭയപ്പെടരുത്. ലോകത്തിലുള്ളതും ലോകത്തിനെയും നീ സ്നേഹിക്കരുത്. ഇന്ന് ഭയപ്പെടരുത്. ഇതാണ് എന്നോട് പറഞ്ഞ വാക്ക്. ഇന്നും അത് തന്നെയാണ്.
അത് ഒരുപാടൊന്നും പറഞ്ഞില്ല. ഒരു കാലഘട്ടത്തില് ദൈവം എന്നോട് പറഞ്ഞൊരു വാക്യമാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അതായത് സങ്കീർത്തനം 34 5 വാക്യം. ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ ദൈവം ചോദിച്ചു ഒരു വാക്ക് പറഞ്ഞു. വീട് വിട്ടിറങ്ങുന്ന സമയത്ത് ദൈവം പറഞ്ഞൊരു വചനമാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. വീട് വിട്ട് എങ്ങനെ ഇറങ്ങി പറഞ്ഞു? അത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ. അങ്ങനെ രണ്ടാമത്തെ ആ 2 മണിയോടുകൂടി ഞാൻ വീട് തിരിച്ചു ഓടാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഈ യേശുവിനെ എല്ലാരും കൂടെ ലോകം ക്രൂശിച്ചു എന്നായി എന്റെ മനസ്സിൽ. യഹൂദന്മാരാണ് ക്രൂശിച്ചെങ്കിലും ലോകം അവനെ ക്രൂശിച്ചു, കൊന്നു, ഈ ദൈവത്തെ കൊന്നു എന്നുള്ള ആ ഒരു ഇത് എൻ്റെ ഉള്ളിലേക്ക് പകർന്നു. ആ ഒരനുഭവം എൻ്റെ ജീവിതത്തിൽ വന്ന് ഞാൻ വീട് നേറ്റ് ഓടി. അന്ന് രാത്രി തന്നെ ഞാൻ 2 കൈകളും മേളിലോട്ട് ഉയർത്തി വീട്ടിന്റെ മുറ്റത്ത് നിന്ന്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, അതൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമേ, എൻ്റെ യേശുവേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നീ എന്നെ രക്ഷിക്കണം. നിന്നിലേക്ക് മാത്രം ഞാൻ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പള്ളി എന്നേ അറിയാവൂ, പള്ളിയിൽ പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ് സമർപ്പിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നു കയറി. അന്ന് തൊട്ട് എനിക്കൊരു സമാധാനവും സന്തോഷവും എൻ്റെ ഉള്ളിൽ പകർന്നു ദൈവം. പിന്നെ എനിക്കറിയില്ല, ആള് ഞാൻ മാറി. ദാരിദ്ര്യം എനിക്കൊരു സുഖമായി തോന്നി, കഷ്ടത എനിക്കൊരു സുഖമായി തോന്നി, ലോകം എനിക്കൊന്നും അല്ലാന്ന് തോന്നി. മനുഷ്യരൊക്കെയും സുവിശേഷം പറയണമെന്ന് തോന്നി, യേശുവിനെ കുറിച്ച് പറയണമെന്ന് തോന്നി. ഇതെല്ലാമായിരുന്നു എൻ്റെ ഒരു പ്രത്യേക അനുഭവം. വീട്ടിലെ അമ്മ രോഗിയാണ്, ആഹാരത്തിന് വകയില്ല. എങ്കിലും സഹോദരങ്ങൾക്കും അങ്ങനെ എന്നൊക്കെയുള്ളതാണ്, അത്രയും പ്രായമൊന്നും ആയിട്ടില്ല അവരാരും. പിന്നെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. പക്ഷെ എനിക്കൊരു ബൈബിള് കിട്ടണം, ഒരു പള്ളിയിൽ പോകണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ വാർത്തത്വം എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഇനി സ്നാനപ്പെടണം. അതിനെന്താ വഴി? അടുത്ത ദിവസവും കർത്താവ് ഏദനിൽ ഹവ്വയെ പിന്നെ ഹവ്വയുടെ അടുത്ത് വരുന്നത് പോലെയും അല്ലെങ്കിൽ ആദാമിന്റെ അടുത്ത് വരുന്നത് പോലെയും രണ്ടുപേരടുത്തും വരുന്നത് പോലെ ദൈവം ഞാൻ ഒരുങ്ങി ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് എൻ്റെ അടുക്കൽ വരും. എനിക്ക് എൻ്റെ കൊച്ചു വീട്ടിലെ ആ ഓലയിട്ട പെരയിലെ അതെൻ്റെ അടുക്കൽ ദൈവം വരും. ബൈബിളൊന്നും ഇല്ല, വരും. വന്നിട്ട് ഞാൻ യേശു യേശു എന്ന് വിളിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോ യേശു ഞാൻ തളരുമ്പോഴാണോ എന്നറിയില്ല, കർത്താവിനെ പോകും. സ്തോത്രം. ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം കുറച്ച് നാള്. അപ്പം ഒരു ദിവസം ഞാൻ ആ പള്ളിയിൽ പോകണം, കർത്താവേ പള്ളിയിൽ പോണം. ഇത് ഒരു ചൂട്ടിയെ പോലെ ആയിരുന്നു, എനിക്ക് പള്ളിയിൽ പോണം, എനിക്ക് പള്ളിയിൽ പോണം, എനിക്ക് പള്ളിയിൽ പോണം. ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ല. കർത്താവിന്റെ വചനം പറയുമ്പോൾ അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ കിട്ടും, മുട്ടുമിൻ തുറക്കപ്പെടും. ഇതെല്ലാത്തിലും നമുക്ക് വല്ലതും കിട്ടുന്നത് മാത്രമല്ല, ഇതെല്ലാം ഇതിനകത്തുള്ളതാണ്. അങ്ങനെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ തിരുവനന്തപുരത്തുള്ള LMS ഇറങ്ങിയ പള്ളികൾ ഒരുപാടുണ്ട്. ആ പള്ളിയിലൊക്കെയും കയറി മുട്ടാൻ തുടങ്ങി. ഓരോ പള്ളികളിൽ വാതിലടച്ചിട്ടിരിക്കുക. ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിറങ്ങും. എവിടെയാണ് ദൈവമേ നിനക്ക് ഇഷ്ടമുള്ള പള്ളി, നിനക്ക് ഇഷ്ടമുള്ള മനുഷ്യർ എവിടെയായിരിക്കുന്നത്? ഇങ്ങനെ കർത്താവ് ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഒരു ഞായറാഴ്ച ഞാൻ ആ പള്ളിയിൽ പോയി, പാളയം പള്ളിയില്. തിരുവനന്തപുരംകാർക്കറിയാം പാളയം പള്ളി. ആ പള്ളിയിൽ ചെന്ന് ഇരുന്നപ്പോഴത്തേക്കും അമ്മമാരും അച്ഛന്മാരും ഒക്കെയും അവിടെ ഉണ്ട്, ജനമെല്ലാം ഉണ്ട്. അവിടെ കയറി നിന്നപ്പോഴേ ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെട്ടില്ല. കയറി എനിക്ക് തോന്നി, എന്റെ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നി. എന്റെ ഉള്ളിൽ തോന്നുക. അവിടെ ചെന്നിരുന്നു. ചിലപ്പം എന്താണോ എന്തെങ്കിലും കറക്റ്റ് നമുക്കൊന്ന് ഓർഡറിനനുസരിച്ച് ഞാൻ കയറാത്തോണ്ടാണോ എന്ന ഒരു തോന്നി. പക്ഷെ അവരന്ന്
നിൽക്കുമ്പോഴോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ദൈവം എന്നോട് സംസാരിച്ചു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ. ഇതിനൊരു ശബ്ദം ഞാൻ കേട്ടു, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകാം. അങ്ങനെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി. പിന്നെ ദൈവശബ്ദം എനിക്കറിയാം, ഞാൻ ഇറങ്ങി. അപ്പോഴെന്റെ വിചാരം എന്താ, ഇങ്ങനെ കർത്താവ് നമ്മൾ ക്രിസ്ത്യാനികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇതിലിപ്പോ സന്തോഷം ഒന്നുമില്ല, ഒരാൾ കൂടെ ഇല്ലേ. ഇതാണ് എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ നടന്നു പോകും, ഞാൻ ചോദിക്കുന്നതൊക്കെ തരും. ഒരുപാട് കാര്യം തന്നെ, എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ളത് ചോദിക്കത്തുള്ളൂ, എന്തെങ്കിലും അത്യാവശ്യമുള്ളത് തരും. അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പോയി വീട്ടിൽ ചെന്നെത്തിയപ്പോഴത്തേക്ക് ഇനി ഞാൻ എവിടെ പോകണം കർത്താവേ? കർത്താവിന് ആൻസർ ഇല്ല. ഞാൻ ഇനി എവിടെ പോണം? ഞാൻ പറഞ്ഞു, നാളെ എന്തായാലും ഞാൻ സ്നാനപ്പെടും കർത്താവേ. ഞാൻ നാളെ എന്തായാലും സ്നാനപ്പെടും, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ സ്നാനപ്പെടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാന് സ്നാനപ്പെടാനായിട്ട് ഞാൻ എന്തായാലും നാളെ ഞാൻ സ്നാനപ്പെടും. അപ്പം കർത്താവിന്റെ ശബ്ദം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. പിന്നെ ഞാൻ ഈ പിതാവാര്, പുത്രനാര്, അതുവരെയുള്ള എല്ലാം താണു. പരിശുദ്ധാത്മാവാര്, ഇനി വേറെ ദൈവം ഇവരുടെ ഇടയിലെ എന്നൊരു ചിന്ത ഭരിച്ചു. അങ്ങനെയാണ്. എന്നാലും ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ അനുസരിച്ചു ചെന്ന് വീട്ടിന്റെ അടുത്തുള്ളൊരു നദി ചെന്ന് ഇഷ്ടംപോലെ കുളിക്കുമായിരുന്നു. ആകാശത്തോട് നോക്കും, പൊങ്ങും പൊങ്ങും ഇങ്ങനെ വരും. കുളിര് 1 ആയി 2 ആയി 3 ആയി, സമയം കിട്ടുന്നപ്പോഴെല്ലാം നദിയിൽ പോകും. ഇതിനാണ് ശുദ്ധമാകുന്നെന്നാ എന്റെ വിചാരം. അങ്ങനെ വീട്ടുകാർക്ക് തന്നെ ഒരു അതിശയം, ഇതെന്ത് കഷ്ടം എന്നുള്ളതാ. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഭ്രാന്ത് പിടിച്ചോ എന്നുള്ളതാണ്. ആരും അറിയാതെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് അടുത്ത 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ദൈവം പറഞ്ഞു, നീ സ്നാനം ഇങ്ങനെയല്ല. അപ്പോഴാണ് സ്നാനം ഇങ്ങനെയല്ല. അടുത്ത എങ്ങനെയാന്ന് പറഞ്ഞു തരുന്നില്ല, എവിടെ പോണോന്ന് പറഞ്ഞു തരുന്നില്ല. ഉടനെ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് വീണ്ടും കത്തോലിക്ക പള്ളിയിൽ അവള് പോകും. അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അവളോട് ചോദിക്കാം, അച്ഛനോട് ചോദിക്കാം, എന്താണ് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ചോദിക്കാം, എന്നിട്ട് സ്നാനപ്പെടാം. അങ്ങനെ അവൾക്ക് ഞാൻ പറഞ്ഞു, ഡി ഞാനൊരു കത്തെഴുതി, അടുത്ത ആഴ്ച ഞാൻ കടന്നു വരും, ഞാന് എന്നെ നീ നിന്റെ പള്ളിയിൽ കൊണ്ടുപോകാം. അതിനെന്നാ നീ കടന്നു വാ, നിന്റെ അച്ഛനുമായിട്ട് എനിക്ക് ഇച്ചിരി സംസാരിക്കാം. അതിനെന്താ സംസാരിക്കാമല്ലോ, വാ. അങ്ങനെ ഞാൻ പോയി. പുള്ളി ഇറക്കണമെന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ കടന്നു പോയി അവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും താമസിച്ചു പോയി. അവള് വീടെല്ലാം കൂട്ടിയിട്ടിട്ട് പള്ളിയിൽ പോയിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ 8 മണിക്കാണ് അവരുടെ ആരാധന തുടങ്ങുന്നത്. ഞാൻ അവിടെ എത്തിയപ്പം ഏകദേശം ഒരു 9, 9:30, 10 മണിയാവാറായി. അപ്പൊ ഈ കോളാമ്പി വെച്ചുള്ളൊരു പാട്ടും പ്രാർത്ഥനയൊക്കെയാണ് തിരുവനന്തപുരംകാരുടെ ഉള്ളിലോട്ടുള്ളത്. അപ്പൊ അതിൽ കൂടെ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. അത് കർത്താവ് എന്നോട് പറഞ്ഞതല്ലേ. അങ്ങനെ ആ പള്ളിയിൽ തന്നെ പോയി. അങ്ങനെ നോക്കിയപ്പോ പെന്തക്കോസുകാരാ. അവര് ആഭരണമൊന്നും ഇട്ടിട്ടില്ല. അവർ സമയം കഴിഞ്ഞ് അവരിങ്ങനെ ആരാധന തുടങ്ങി. അവരെല്ലാരും ഇങ്ങനെ വിറച്ച് എന്തോ വെള്ളയാന്ന്. കത്രമേശയുണ്ട്, അതൊന്നും എനിക്കറിയില്ല. മേശയിൽ എന്തോ വിരിച്ചിരിക്കുന്നവര്. അയ്യോ ഇതെന്താണ്, ഇവര് വെള്ള ധരിച്ച് ഇങ്ങനെ എന്താ അവരുടെ നോക്കിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞ് ബാക്കിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഒന്നുകൂടെ അകത്തോട്ട് കയറിയിരിക്കാന്ന് അകത്ത് കയറിയിരുന്ന് ബാക്കിൽ പേടിച്ചിരുന്നിട്ട് ഭയപ്പെട്ടിരിക്കുക. അന്നും സങ്കീർത്തനം അവര് വായിച്ചു, 42-ാം സങ്കീർത്തനം. അങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മാൻ നീർത്തോടിലേക്ക് കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് വേരുവാൻ കാംക്ഷിക്കുന്നു എന്നിങ്ങനെ പറയാനിടയായി. അപ്പോഴത്തേക്കും ഈ വചനങ്ങള് എന്നെ വളരെ ആകർഷിച്ചു. കാരണം മാൻ നീർത്തോട് നല്ല വെള്ളത്തെ അനുഷ്ഠിച്ചുകൊണ്ട് നടക്കുക. ഒരു വിശ്വാസി എപ്പോഴും നല്ല നിലത്തെ വിത്ത്, ഇതൊക്കെ അങ്ങ് പറഞ്ഞു അദ്ദേഹം, നല്ല നിലത്തിലെ വിത്ത് പോലെയാണ്. ഒരു വിശ്വാസി എപ്പോഴും നല്ല നിലത്തിലെ വിത്താണ്, നീ ഒരിക്കലും ഉണങ്ങിപ്പോവുകയില്ല. വീണ്ടും ജനിച്ച ഒരു വിശ്വാസി നല്ല നിലത്ത് വീണ വിത്ത്, ആ വിത്ത് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ആ കുടുംബം ഒരിക്കലും നശിച്ചു പോവുകയില്ല. നീ ഒരിക്കലും നിലത്ത് വീണ പാറമേൽ വീഴുന്ന വിത്ത് നശിച്ചു പോകും.
വഴിയരിയിൽ വീഴുന്ന വിത്ത് പറവജാതികൾ കൊണ്ടുപോകും, മുള്ളിനിടയിൽ വീഴുന്നത് മുള്ളു ഞെരുക്കിക്കളയും. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് അത് വിശ്വാസിയാണ്. ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരുമാണ്. ഞാൻ അത് പിന്നെ ആരും പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ല. നിങ്ങളാണ്, ഞാനും പ്രസംഗിച്ചിട്ടില്ല കേട്ടോ. നല്ല നിലത്ത് വീണ വിത്ത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളിപ്പോ നല്ലതിലേക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരും സംശയിക്കരുത്. നിങ്ങളിൽ നല്ല വിത്ത് വിതച്ചവർ 1000 അല്ല 30 100 മേനി കൊയ്തു കൂട്ടും എന്നുള്ള ആ പോസിറ്റീവായ നല്ല വചനം, ഒരിക്കലും കുറ്റം പറയാത്ത ആ ഒരു നല്ല വചനം എൻ്റെ ഉള്ളിലോട്ട് കയറി. അപ്പം നമ്മളെല്ലാം ക്രിസ്തുവിൽ ജനിച്ചവരാണെന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഇവരെല്ലാം എന്നെപ്പോലെ ജനിച്ചവരാണ് എന്ന്. അപ്പൊ നല്ല നിലത്ത് വീണ വിത്ത അത് നശിച്ചു പോവുകയില്ല, അതെന്നും നിലനിൽക്കും. അതിങ്ങനെയും പാരമ്പര്യമായി, അങ്ങനെയാണ് പറഞ്ഞത്, പാരമ്പര്യമായി 100 മേനി അതിന് നല്ലത് കാണും. അത് അതിന്റെ യജമാനൻ അതിന്റെ കളപ്പരയിൽ കൂട്ടുന്നത് കൂട്ടും, അതിന് നല്ലത് നോക്കി അത് മാറ്റിവെക്കും. ആ നല്ലത് വീണ്ടും നല്ല നിലത്ത് വിതയ്ക്കും, വീണ്ടും അത് കൊയ്തു കൂട്ടും. ഇത് നിന്റെ തലമുറയെ കുറിച്ചാണ് പറയുന്നത്. എനിക്കത് എനിക്ക് തലമുറയൊന്നും ആയിട്ടില്ല, 21 വയസ്സേ ആയിട്ടുള്ളൂ. എങ്കിലും അത് നിന്റെ തലമുറയെ കുറിച്ചാണ് പറയുന്നത്. അവരും ഇങ്ങനെ നല്ല നിലത്ത് നീ വിതയ്ക്കുന്ന വിത്തുകൾ വീണ്ടും 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 ആ യജമാനൻ നല്ല നിലത്ത് തന്നെ വിതച്ചുകൊണ്ടിരിക്കും. നല്ലത് എപ്പോഴും അതിൽ കണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ കുറച്ചു നേരം അത് കേട്ടു. മാൻ നീർത്തോടിലേക്ക് കാക്ഷിക്കുന്നു, എൻ്റെ ആത്മാവ് നിന്നോട് പറ്റി. ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തില് ഞാൻ ഓർത്തു. ഞാൻ അതെ, അത്ര കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ യേശുവിൽ എന്നെ ആകർഷിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ ദേവദാസ് എൻ്റെ തലയിൽ വന്ന് പ്രവചിക്കാൻ തുടങ്ങി. ഓടി വന്ന് എൻ്റെ തലയെ കൈവച്ചു. ഞാൻ മരിച്ചോളായിരുന്നു അമ്മയുടെ വയറ്റില്, അവിടെ വന്ന് ജീവിച്ചതാ. പിന്നെ പല മരണങ്ങൾ എന്നെ ചുറ്റി. പക്ഷെ അവിടെ നിന്നെല്ലാം ഞാൻ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് എല്ലാ മരണങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. അതിൽ നിന്ന് ഒഴുകിപ്പോയി. അവിടെ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. പല പ്രാവശ്യം അറിഞ്ഞും അറിയാതെ ഒരുപാട് മരണങ്ങൾ എന്നെ ചുറ്റി. അപ്പം അതെല്ലാം അദ്ദേഹം പറഞ്ഞു, ഇന്ന് നീ സ്വയം ആത്മഹത്യക്ക് പോയി, എന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ഇനി നിനക്ക് എന്റെ വഴി മാത്രം. ഇനി നീ എന്നെ വിട്ടു മാറിയാൽ നിന്റെ മുമ്പിൽ പഴയ മരണം വീണ്ടും കയറി വരും. ഞാൻ കരഞ്ഞു, ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ച ശേഷം എങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു വീണ്ടും പിശാചൊക്കെ കാണുമായിരിക്കും. കാരണം എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് ഗന്ധകോസാര ഇഷ്ടമല്ല, അത് ഫ്ലഷ് ആയിരിക്കും, ഞാൻ ജഡമായിരിക്കും. നമ്മളിലൊരു ജഡം ഉണ്ടല്ലോ, അവന് ഇഷ്ടപ്പെടത്തില്ല. പിശാചായിരിക്കത്തില്ല, അത് ജഡമാണ്. അല്ലെ, ആ പദവി, പിന്നെ നമ്മുടെ സമുദായം, നമ്മളുടെ ഉണ്ടല്ലോ നമ്മുടെ പണത്തിന്റെ ഉന്നത, അവരെല്ലാം ഇതെല്ലാം ജഡത്തിലുള്ളതാ. അതിനെ പിശാചിനെ കൂട്ടുകൂട്ടും. പിന്നെ അവസാനിക്കുമ്പോഴാ പിശാച് കൂട്ടുവന്ന് കൊണ്ടുപോകുന്നേ, കൂടിപ്പോകുമ്പോഴാ പിശാച് കൂട്ടിക്കൊണ്ടുപോകുന്നേ. അപ്പൊ ഇത് അതായിരിക്കണം, ജഡമായിരിക്കണം, നിനക്ക് പറ്റിയതല്ല ഇത് എന്ന് പറയുവാനിടയെ. പക്ഷെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, ഞാൻ ഇറങ്ങി അങ്ങ് പോയി. ഇച്ചിരി ദൂരം നടന്നു പറഞ്ഞു കയറിയിരിക്കെ ദൈവശബ്ദം കേട്ടു, നീ വരേണ്ടടുത്താ വന്നത്, ഇവിടെയായ നീ അന്വേഷിച്ച യഥാർത്ഥമായ ഇവിടെയാണ് ഞാനുള്ളത്. വിശുദ്ധിയിൽ എൻ്റെ ജനം വിശുദ്ധിയിൽ ആരാധിക്കും. എന്നെ കേൾക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ അത് വിശുദ്ധി തന്നെയാണ്. ദൈവം സ്നാനപ്പെട്ട ജനത്തിന്റെ ഇടയിലുള്ള ആരാധന, ദൈവം വേർതിരിക്കപ്പെട്ട ജനം, ദൈവത്തിന്റെ പ്രിയമക്കൾ. നമ്മള് ആമേൻ സ്തോത്രം അങ്ങും ഇങ്ങും എവിടെയും നിലനിൽക്കത്തില്ല. വിളിച്ചാൽ അവിടെ ശരിയാണോ ഇവിടെ ശരിയാണോ, അവിടെയും പോവും ഇവിടെയും പോവില്ല. നിന്റെ ഉള്ളില് മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു. അപ്പൊ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിന്റെ ഉള്ളിൽ വരണമെങ്കിൽ നിന്റെ ഹൃദയത്തെ ഒരുക്കി ശുദ്ധീകരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ എപ്പോഴും ക്രിസ്തുവിനെ അടുത്തുകൊണ്ടേയിരിക്കും. ക്രിസ്തു ഉള്ളിടത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്.
ക്രിസ്തു ഉള്ളിടത്ത് ആരുണ്ട്? പിതാവുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോട് സ്തോത്രം. നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവും അവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ദൈവനാമത്തിന് സ്തോത്രം. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നതായാലും ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചായാലും നിന്റെ കാര്യങ്ങൾ നടക്കേണ്ടത്, ആമേ സ്തോത്രം, പരിശുദ്ധാത്മാവ് വഴിയിലുള്ളതിനെ നീക്കേണ്ടതിനെ നീക്കി നിനക്ക് വരുന്ന അനർത്ഥത്തെ വെട്ടിമാറ്റി, ഹല്ലേലൂയ, ക്രിസ്തു ഓർഡർ ചെയ്യും. ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ആത്മാവ് അത് ഇല്ലാതെയാക്കി നശിപ്പിച്ച് ഏതു ബന്ധനമായാലും ശരി, അതിനെ ഏത് മരണവാശമായാലും ശരി, ദൈവം മാറ്റി അതിനെ നിന്നെ സ്വതന്ത്രമാക്കുവാൻ ദൈവശക്തനാണ്. അങ്ങനെ ഞാന് ആ സ്നാനത്തിന്റെ ക്ലാസ് മനസ്സിലായി, ക്ലാസ് എടുത്തു കേട്ടോ. സ്നാനത്തിന്റെ ക്ലാസ് അദ്ദേഹം എടുത്തു. എനിക്ക് വേണ്ടി എടുത്തതല്ല, ഞാൻ ചെന്ന് ചേരുന്നതിന് ശേഷം സ്നാനം എന്താണെന്നും സ്നാനം ആരാണ് ആദ്യം ചെയ്തതെന്നും സ്നാനം എവിടെ വെച്ച് ചെയ്തതാണെന്നും യോഹന്നാന്റെ പിന്നെ കർത്താവിനെ സ്നാനപ്പെടുത്താനാണ് വന്നുവെന്ന് ഒക്കെയുമുള്ള ആ ഒരു ആദ്യ പാഠം ദൈവനൊക്കെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്തു സ്നാനപ്പെട്ടെങ്കിൽ പിന്നെ എനിക്ക് എന്നാ സ്നാനപ്പെടണം എന്നത് അത്യാവശ്യം, അത് ഞാൻ നിലനിർത്തി. അങ്ങനെ ആ ദൈവദാസൻ പറഞ്ഞു കഴിഞ്ഞ ശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിലും സ്നാനപ്പെടണം. അടുത്ത ആഴ്ചയിൽ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് സ്നാനപ്പെടാൻ ചില വ്യക്തികളൊക്കെ ഉണ്ട്. സ്നാനപ്പെടുന്നതിനിടയായി അത് മനസ്സിലായി. ഞാൻ ഇന്നലെ വരെ ചെയ്ത സ്നാനമല്ല എന്നെനിക്ക് മനസ്സിലായി. ദൈവനാമത്തിന് സ്തോത്രം. ഇതെല്ലാം കേട്ട് ദൈവദാസന് കൈ കൊടുക്കയാട്ടെ, അവിടുത്തെ ദൈവജനത്തിന് കൈ കൊടുക്കയാട്ടെ. ഇറങ്ങി ആ തീർന്ന ആമേൻ പറയുന്നതിന് മുമ്പ് സ്ഥലം വിട്ടു. കാരണം വേറെയും ഉണ്ടോന്ന് അന്വേഷിക്കാൻ, പിന്നെയും പോയി അന്വേഷിക്കാൻ. പക്ഷെ ഒരിടവും എനിക്ക് കിട്ടിയതായ സ്ഥലമല്ലേ. ഇവര് തിരുവനന്തപുരം ഏരിയ ആണല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നില്ല ഇതിനകത്തൂടെ. ദൈവം എനിക്ക് എൻ്റെതായ ഒരു ജാതി പ്രശ്നമുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ്. ദൈവനാമത്തിന് സ്തോത്രം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ജഡമാണെന്ന്. സ്തോത്രം. അത് കഴിഞ്ഞ ശേഷം ഞാനിങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്നാനത്തിന്റെ ക്ലാസ് മനസ്സിലാക്കി. അടുത്ത ഒരാഴ്ചയാണെന്ന് തോന്നുന്നു, ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ വഴിയിലൊരു പാസ്റ്ററും കുടുംബത്തിൽ, എനിക്ക് മനസ്സിലായല്ലോ പാസ്റ്റർമാരെങ്ങനെ ഇരിക്കുമെന്ന്. ഒരു ആഭരണമൊന്നും ഇടാതെ പാസ്റ്ററാണെന്ന് മനസ്സിലായി. അവര് വഴിയിൽ ഇങ്ങനെ നിൽക്കും. എന്റെ കൂടെ വണ്ടിക്ക് എനിക്ക് കിട്ടേണ്ട എല്ലാം കിട്ടുന്നില്ല. വിട്ടു പോകണം, ആളില്ലെങ്കിലും വിട്ടു പോകണം. നോക്കിയപ്പോ ഇവര് വന്ന് നിൽക്കുക. അപ്പൊ ഇവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ സ്നാനപ്പെട്ടതാണോ? അതും അദ്ദേഹം ഞാനും പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടതാ. ഇത് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. ഞാനും യേശുവിനെ കണ്ടപ്പോൾ സാക്ഷ്യം കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമായി. ഇവര് പറഞ്ഞു, ഇവനെ ഞാൻ സ്നാനം ഇതുപോലെ പോയി എല്ലാം കേട്ടു. ഞങ്ങൾക്കറിയാം. എന്നാലും കാരണം കാട്ടാക്കട എന്ന ദേശത്തുള്ള പാസ്റ്റർ കുടുംബം, അവിടെ വരണം, ഞങ്ങൾ സ്നാനപ്പെടുത്താം. അടുത്ത ആഴ്ച ഞങ്ങളവിടെ സ്നാനം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ആണെങ്കിൽ പ്രയാസം. ഞാൻ അങ്ങ് കേട്ടങ്ങ് പോയി ചെന്ന് സ്നാനപ്പെട്ട് അവര് ആഭരണമെല്ലാം ഊരിയൊക്കെയാണ് സ്നാനപ്പെടുത്തിച്ചത്. സ്നാനം പിന്നെ ഇട്ടുണ്ടൊക്കെ വന്നു. അവരുടെ അടുത്തെന്നൊക്കെ അന്നത്തെ കാലമാണേ. ഇന്നാണെങ്കിൽ പിന്നെ എല്ലാരും അവിയൽ വരുവാ. സ്തോത്രം. നമ്മളെ ഇറച്ചിലും ഉണ്ട്, ഒന്നും പറയണ്ട. വിശുദ്ധിയും വേർപാടെല്ലാം പോയി. ഞങ്ങളെ ഇറച്ചില് പിന്നെ പറച്ചിലെല്ലാം ഭയങ്കര ഇതാ. അവർക്കൊക്കെയാണ് ഇന്ന് സ്ഥാനം. ആഭരണം ഇട്ടവർക്ക് സ്ഥാനം, പിന്നെ നല്ല സാരി പട്ടുസാരിയൊക്കെ കൊടുത്തവർക്കാണ് ഞങ്ങളുടെ ദർശന സ്നാനം. പറയാതിരിക്കാൻ പറ്റത്തില്ല. ടൗണേജിയാണേ, അതുകൊണ്ട് പലരും കേൾക്കട്ടെ. സ്തോത്രം. ടൗണേജ് കൊല്ലം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് വിശുദ്ധി വേർപാടൊന്നും ഞാൻ ആദ്യകാലങ്ങളെ വിശുദ്ധി വേർപാട് ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് സഭയിലെ ഭയങ്കര ആരാധനയാ, അടിച്ചു പൊളിച്ചുള്ള ആരാധനയാ. പക്ഷെ നമ്മളുള്ള ഒരു സന്തോഷം നമുക്ക് കിട്ടാറില്ല. സ്തോത്രം. അതൊരു കാലമായിരുന്നു. ഇന്നും എനിക്കറിയില്ല, അങ്ങനെയുള്ളവിടെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ആഭരണം ഇട്ടത് അന്ന് ആഭരണം ആർക്കും ഇടാനൊന്നും പറ്റത്തില്ലായിരുന്നു. എല്ലാം ഊരിപ്പറക്കിയൊക്കെ വരണമായിരുന്നു. ആ ഭാഷ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആഭരണം ഇടരുതെന്ന് എന്നോട് പറഞ്ഞു. ഞാനൊന്നും കേട്ടില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ് മിണ്ടാത്തതൊന്നും ഞാനും കിട്ടും. കാരണം വീട്ടിൽ ചെന്ന് അടി കിട്ടും, അല്ലെങ്കിൽ വഴക്കുണ്ടാവും, പ്രശ്നമാവും, പ്രതികൂലമാവും. ആ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും പിശാചിന് മനസ്സിലായി, എന്റെ അപ്പനും അമ്മയ്ക്ക് മനസ്സിലായില്ല. ആരും പറഞ്ഞിട്ടല്ല, പിശാചിന് മനസ്സിലായി ഞാൻ സ്നാനപ്പെട്ടെന്ന്. എന്റെ അപ്പം പറഞ്ഞു ഒരിക്കലും ഇല്ലാതെ. എന്റെ അപ്പം പറഞ്ഞു, നീ എത്ര നേരം ഇവിടെ എവിടെന്ന് 7 മണിക്ക് വീട്ടിനകത്ത് കയറി വന്നാലും എന്റെ അപ്പ എവിടെയെന്ന് ചോദിക്കാറില്ല. ഇത് 6-7 മണിയായി.
ഏകദേശം വന്നപ്പം 6-7 മണി. ഇന്നലെ എവിടെ പോയിരുന്നു? അല്ല ഇന്ന് എവിടെ പോയിരുന്നു? ഇത്ര നേരം താമസിക്കാനെന്ന് കുട്ടിയെ പഠിപ്പിക്കാൻ പോയി. ഏത് കുട്ടിയെ പഠിപ്പിക്കാൻ പോയി? ഞാൻ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലേ പഠിപ്പിക്കാൻ പോവാന്. ഇല്ല, എനിക്കറിയില്ല, പിശാജ്. എന്നെ മനസ്സിലായി, പിശാജ് പോലെ എനിക്ക് മനസ്സിലായത്. പിശാജ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതെങ്ങനെ മനസ്സിലായി? ഇത് ആരെങ്കിലും വിളിച്ചു പറഞ്ഞതാണ് ഇത്രയും ദൂരത്തിൽ നിന്ന് ഇങ്ങനെ പറയാന് എന്ന്. അടിച്ചില്ലെന്നേ ഉള്ള, അടിച്ചില്ല, അന്ന് അടിച്ചില്ല. എന്താ വിട്ടു അന്ന് ഞാൻ മനസ്സിലായി ഇത് എന്തോ ഒരു ദൈവം പറയത്തില്ല എന്തായാലും ഇതെന്താ ഇത് എന്നുള്ളത്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ ശേഷം പിന്നെ എന്റെ ദൈവം അവിടെ നിർത്താൻ അനുവദിച്ചില്ല. പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ ഇറങ്ങിത്തിരിക്കണം. എങ്ങോട്ട് ഇറങ്ങിത്തിരിക്കണം? കർത്താവ് ആ പാസ്റ്റർ തന്നെ, എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ തന്നെ എനിക്കൊരു ബൈബിൾ സ്കൂള് മിത്രപുരത്ത് മുളക്കഴയുണ്ടായിരുന്നു. അവരുടെ ബൈബിൾ സ്കൂൾ താമസിച്ചത് തുടങ്ങി. എല്ലാ വർഷവും ജൂണിൽ തുടങ്ങും. ഓഗസ്റ്റ് മാസമായപ്പോൾ അവരുടെ ഓഗസ്റ്റ് അല്ല ഒക്ടോബർ മാസത്തെ അവരുടെ ബൈബിൾ സ്കൂൾ തുടങ്ങി. ഞാന് ഒക്ടോബർ മാസം 12-ാം തീയതി സ്നാനപ്പെടുന്നത്. ഒക്ടോബർ 1-ന് ഞങ്ങളുടെ അവര് ബൈബിൾ സ്കൂള് തുടങ്ങിയിരിക്കുന്നു. ഞാന് എന്റെ പാസ്റ്റർ വിളിച്ചു ചോദിച്ചു, എന്തായാലും തൽക്കാലം നീ ഇവിടെ വീട് വിട്ടു ഇറങ്ങിക്കും, അല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല, പൈശാചൻ നിന്നെ മൂടും. അവർ പൈശാചിനോ? പിശാചോ? അതെ, പിശാചുണ്ട്. അപ്പോഴേ മനസ്സിലായി എന്റെ അപ്പന്റെ ഹൃദയത്തിനകത്തോട്ട് തോന്നിയത് പറഞ്ഞു ഓതിക്കൊടുത്തത് പിശാചാണെന്ന്. അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞു, നിന്റെ അടുത്ത് ആരുണ്ട്? അപ്പൊ എനിക്ക് ഡൗട്ടായി, ഇതേമേ അപ്പൊ എന്നോട് സംസാരിക്കുന്നതൊക്കെ ദൈവമാണോ പിശാചോ എന്നൊന്നായിപ്പോയി. അപ്പോഴും പറഞ്ഞു, ഇല്ല, നിന്നോട് സംസാരിക്കുന്നതൊക്കെ ദൈവമാ, പക്ഷെ നിന്നോട് അടുത്തിരിക്കുന്ന ദൈവമാ, പക്ഷെ പിശാചുണ്ട്, നിന്നെ തകർക്കാതെ നീ നോക്കിക്കോളണം. അത്രയും പറഞ്ഞു. വേദപുസ്തകം നന്നായി വായിക്കാനും പറഞ്ഞു. വേദപുസ്തകം തന്നു, എനിക്കുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തന്നു അദ്ദേഹം. അങ്ങനെ എനിക്ക് വഴി തുറന്നു തന്നു. എത്ര പേർക്ക് അവരെടുത്തു. പക്ഷെ വീട്ടുകാര് ഇളകി. വീട്ടുകാരുടെ പ്രതികൂലങ്ങൾ ഒരുപാട് എനിക്കുണ്ടായി. 1 വർഷം ക്ലാസ്സിന് നിന്നു. ക്ലാസ് കഴിഞ്ഞ് വരാൻ പേടിയായിരുന്നു. എങ്കിലും അവിടെ നിൽക്കാൻ പാടില്ല, അവിടെ പാടില്ല, നിലനിർത്തത്തില്ല അവര്. ഞാൻ വീട്ടിൽ പോകണം. അങ്ങനെ ഞാൻ വീട്ടിൽ പോകാനെല്ലാം തീരുമാനിച്ചെടുത്ത് വെച്ചുകൊണ്ട് തിരിച്ചു ഇവിടെ വന്നപ്പം അന്ന് എന്റെ പിതാവ് ഭയങ്കര ലഹള കൂടി എന്നെ അടിച്ചു. അത് കഴിഞ്ഞ് മുട്ടിൽ കൂടെ വായി കൂടെ ബ്ലഡ് ഒഴുകി. പിന്നെ ഓർമ്മ വിട്ട് വീണു, മണ്ണെണ്ണ എടുത്തൊഴിച്ചു. പിന്നെ മരിച്ചില്ല, പിന്നെ മരിക്കാൻ തീ കത്തിച്ചു. പക്ഷെ എന്റെ ആങ്ങളെ തീപ്പെട്ടി വരച്ച് തീ ഇട്ടു. പക്ഷെ ഒന്നും തീ കത്തിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നീട് അതൊന്ന് പറഞ്ഞേ, മണ്ണെണ്ണ വെച്ചിട്ട് തീ കത്തിച്ചപ്പോ തീ കത്താഞ്ഞ്? തീ കത്തിയില്ല, അവരെ ഉരച്ചപ്പം വീണ്. കത്തി കാണത്തില്ലെന്ന് എന്റെ വിചാരം, എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഉരച്ചിടുമല്ലോ, തീ അണഞ്ഞു കാണും. അതാണ് അതിന്റെ സത്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാട്ടോ. അല്ല, കത്തി അങ്ങ് പടർന്നൊന്നും പിടിച്ചില്ല. കത്തി ഇട്ടു, ഇട്ടപ്പോഴത്തേക്കും ദൈവം അങ്ങ് തീ എന്ത് ചെയ്തു? തീ അണച്ചു. അല്ലെങ്കിൽ പിന്നെ പടർന്നു പിടിക്കുമായിരുന്നല്ലോ. അപ്പം ഓർമ്മയില്ലാത്തോണ്ട് എനിക്കറിയില്ല. 5 മിനിറ്റ് കഴിഞ്ഞ് ഓർമ്മ വീണു, മണ്ണെണ്ണ ഒഴിച്ചിരിക്കുന്നു. ഇറങ്ങി ഒറ്റ ഓട്ടം. വീട്ടിലുള്ളവരെല്ലാം പുറത്ത്, അച്ഛൻ, ഞാനും ഞാൻ അകത്ത്. നല്ല ഒറ്റ ഓട്ടം ഓടി ഒരു വീട്ടിൽ ചെന്ന് കയറി. എനിക്ക് അവര് തുണിയും വസ്ത്രവും ഒക്കെ തന്ന് ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ പോയി. അവരെന്നെ എടുത്തു, അവിടെ താമസിച്ചു. പിന്നെ 1988 12-ാം തീയതി എന്റെ വിവാഹം. അതുപോലെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന്. അത്രയും ദിവസം ബൈബിൾ കോളേജ് നിൽക്കുമായിരുന്നു, വീട്ടിൽ വന്നില്ല? പിന്നെ വീട്ടിൽ പോയിട്ടില്ല. അപ്പൊ പിന്നെ വീട്ടുകാരുമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. വീട്ടുകാരായിട്ട് ബന്ധമില്ല. പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് വീട്ടുകാരൊന്ന് വിളിച്ചു നിർത്തിയിരുന്നെങ്കിൽ. പിന്നെ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഡിഗ്രിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വീട്ടുകാരെന്ന് വെച്ചാൽ ഞാൻ സ്വതന്ത്രമായല്ലോ. പിശാചിന്റെ കെട്ടിൽ നിന്ന് വിടിവിച്ചപ്പോ എനിക്ക് പിന്നെ പഠനവും ഇതെല്ലാം എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ വീട്ടുകാരെന്നെ വിളിച്ച് നിർത്തിയിരുന്ന പറ്റത്തില്ല. അത്രയും പോലെ അവരെന്നെ ക്ഷണിച്ചില്ല. 2-3 പ്രാവശ്യം വീണ്ടും പോയെന്ന് തോന്നുന്നു. എന്റെ ഓർമ്മ അനുസരിച്ച് വീണ്ടും അടി കിട്ടിയിട്ട് ഞാൻ പോയി. അന്നും നിൽക്കാനുള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ പോയിട്ടില്ല. അതിനുശേഷം പോയിട്ടില്ല. അതിന് മുമ്പേ പോയത്, ദിവസമായിട്ട് പോയി. പിന്നെ അവര് വിവാഹം കഴിപ്പിച്ചു വിട്ടു. വിവാഹം കഴിച്ചു. പുള്ളിക്കാരനൊരു ഇതുപോലെ ഹൈന്ദവ സന്യാസിയായിട്ടൊക്കെ ഇരുന്ന ഒരാളാ. പുള്ളിക്കാരൻ വിശ്വാസത്തിൽ വന്നു. അദ്ദേഹത്തിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചു.
പിന്നെ ബീഹാറിന്റെ പ്രദേശത്തൊക്കെ കടന്നുപോയി. ഹൈന്ദവ സന്യാസിയായിട്ട് എവിടെ ആയിരുന്നേ പുള്ളിക്കാരന് ഹസ്ബൻഡ്? ബീഹാറില്, ബീഹാർ റാഞ്ചി മൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ പുള്ളിയൊരു ജോലിയൊക്കെ ആയിരുന്നു. ആ അവരുടെ ബുക്കാറ സ്റ്റീൽ പ്ലാന്റിൽ ജോലിയായിരുന്നു. അവിടെ വെച്ച് ക്രിസ്തുവിനെ കേട്ടു. അങ്ങനെ പുള്ളിക്കാരൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷം പുള്ളിക്കാരന് സന്യാസമൊക്കെ വിട്ടതാ. അതിനു മുമ്പ് സന്യാസത്തിന് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. സന്യാസിയായിട്ട് ഇരിക്കുമ്പോഴാണോ ദൈവയേശുവിനെ കുറിച്ച് കേട്ടത്? കേട്ടത്. പിന്നെ ആ മനുഷ്യന് പിന്നെ ഇതേപോലൊരു പെൺകുട്ടിയെ വേണമെന്നായി. നമ്മുടെ സമുദായത്തിൽ നിന്ന് തന്നെ ഒരു സമുദായം എന്നല്ല, പുള്ളി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാൾ. അങ്ങനെ പുള്ളിയുടെ ഫാദർ വന്ന് കണ്ടു കേട്ടു. അങ്ങനെ വിവാഹം കഴിച്ചു. ബീഹാറിൽ പോയി. പ്രതികൂലമായിരുന്നു. പിന്നെ ബീഹാർ പറ്റത്തില്ലെന്നായി. ആഗ്രഹമായിരുന്നു നോർത്ത് ഇന്ത്യ വേല മുഴുക്ക ചെയ്യണമെന്ന് ഒരു സ്വപ്നമായിരുന്നു. നോർത്ത് ഇന്ത്യയിലേക്കായിരുന്നു പ്രതികൂലം എന്തുവായിരുന്നു? എങ്ങനെ ചെയ്യാൻ പ്രതികൂലം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ. അവിടെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ സന്യാസിയായിരുന്നത് കൊണ്ട് പിന്നെ സുവിശേഷവുമായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പുള്ളിക്കാരനെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നു. എങ്കിലും നിൽക്കാം, അതൊന്നൊരു വിഷയമല്ല. നമ്മള് ഏത് സാഹചര്യത്തിലും നമുക്ക് നിൽക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മരണത്തിലേക്ക് പോകുമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഞാൻ മരണം ഏത് സമയത്ത് എന്റെ മുന്നിലൊരു മരണം ഞാൻ കണ്ടിരുന്നു. അപ്പം ദൈവം തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട, കേരളത്തിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ പിന്നെ പുള്ളിയും കൂടെ വന്നു. ഏത് സമയം മരണം മുന്നിൽ ഞാൻ കണ്ടു, മരണം കണ്ടു, നേരിട്ട് കണ്ടു. അസുഖം വന്നാണോ അതോ പറയാനൊക്കെ? അല്ല, വ്യക്തിപരമായ. അതുകൊണ്ട് അങ്ങനെയാണ് വേല വേണ്ടെന്ന് വെച്ചത്. അപ്പം പിന്നെ അതിനകത്ത് എന്താണെന്നറിയില്ല. ഞാനായിട്ട് സമർപ്പിച്ചതാണ്. ദൈവം എന്നെ നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി കണ്ടോ ഇല്ലയോന്നുണ്ടെങ്കിൽ ദൈവം ചെയ്യുന്നേനെ. പക്ഷെ ഞാൻ സമർപ്പിച്ചു. എനിക്ക് നോർത്ത് ഇന്ത്യയിലെ വേല ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴും ഉള്ളിന്റെ അടിയിൽ കിടക്കുക. പക്ഷെ കരയാൻ മാത്രമേ ഉള്ളൂ. പിള്ളേരെ അമേരിക്കയ്ക്ക് വിട്ടു ദൈവം. പിള്ളേരാരെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ കർത്താവിന്റെ നമ്മൾ വിചാരിക്കുന്നില്ല. നമ്മൾ കർത്താവിന്റെ പ്ലാൻ നമ്മൾ ചിന്തിക്കേ പോലും. എനിക്കെല്ലാം ദൈവം വെളിപ്പെടുത്തി തരുന്നതാ. അപ്പൊ രണ്ടാമത്തെ മൂത്ത മോളുടെ അവൾ പഠിത്തം കഴിഞ്ഞില്ല. അവള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ദൈവം എന്നോട് കാണിച്ചു അവള് അമേരിക്കയ്ക്ക് പോകുമെന്ന്. ഞാനും ദൈവമായിട്ട് ഭയങ്കര ഫൈറ്റിംഗ് ആണ്. എനിക്ക് അമേരിക്ക വേണ്ട, ഭയങ്കര ഫൈറ്റിംഗ് ആണ്. അതുകൊണ്ട് ആ വിഷയത്തിന് ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് ഇവിടുത്തെ ഒരു ഡോക്ടറായി, ഇവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറിയായി, അവൾ അവിടെ ഒരു കൊച്ചു ഹോസ്പിറ്റലൊക്കെ വെച്ച് അവിടുത്തെ ജനത്തിന് ശുശ്രൂഷിച്ച് ദൈവത്തെ വിളിച്ച് രണ്ടുപേരും ഡോക്ടറായിരിക്കണം. അങ്ങനെ ഒരു ഇഷ്ടം എന്നിലുണ്ടായിരുന്നു. പക്ഷെ കർത്താവിന്റെ പ്ലാൻ അതൊന്നും അല്ലായിരുന്നു. അത് ഞാൻ സ്വപ്നം ഇത് കർത്ത സമയം വന്നപ്പോ ആ പ്രായത്തിൽ തന്നെ അവൾ അവിടെ കൊണ്ടുപോയി. ഇന്നും അവൾക്ക് അവിടുത്തെ ജനത്തിന് അവൾക്ക് സുഖമൊന്നും അല്ല. അവിടെയും കർത്താവിന്റെ വേലയെ അവൾ സൂഹിക്കണമൊന്നും ഇല്ല. അവൾ ഒത്തിരി കണ്ണുനീരില്ല. ഇത്രയും പ്രാർത്ഥിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. അവളെ കൊണ്ട് അവിടെ ആയിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യിപ്പിക്കാൻ. ബീഹാറിൽ എത്ര നാൾ നിന്നു ദേവദാസിയൊക്കെ? എത്ര നാളും? ബീഹാറിൽ ഒരു വർഷം. വ്യക്തിപരമായ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടായത് കൊണ്ട് അവിടെ നീങ്ങി പോകുന്നു. മരണം മുന്നിൽ കണ്ടു. നമ്മളെ കൊല്ലാൻ ആരേലും വന്ന് എങ്ങനെയും മരണം ഏത് നിമിഷവും മരണമായിരുന്നു. ഏകാന്തതയും മരണവും ഒരുപാട് അനുഭവിച്ചു. പിന്നെ ആ മൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ആരുമില്ല. ചർച്ച് റാഞ്ചിയില്ല. പിന്നെ വിശ്വാസികളുടെ ഇടയിൽ താമസിക്കാനും പറ്റില്ല. അപ്പം ഇങ്ങാണ് പുള്ളിക്കൊരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അത് ഒത്തിരി കാട്ടിലാണ്, ഒത്തിരി കാട് പിടിച്ച സ്ഥലമാണ്. ഇപ്പോഴും പരിജ്ഞാനമില്ലാത്ത ആദിവാസികളുടെ ഇടയിലാണ്. അവര് കൊല്ലുമെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ വ്യക്തിപരമായ മരണം ഞാൻ കണ്ടു, മുഖമായി കണ്ടു. അപ്പം അങ്ങനെ കേരളത്തിൽ എവിടെ വന്നു പറഞ്ഞാട്ട്? കേരളത്തിൽ വന്നത് ഞാൻ എന്റെ ചെങ്ങന്നൂർ അച്ഛന്റെ വീട് അവിടെ ചെങ്ങന്നൂര് വന്നു. പിന്നെ അവര് വീട്ടില് പ്രസവിപ്പിക്കാൻ സമ്മതിച്ചില്ല. മോളെ പ്രസവത്തോടാണ് വന്നത്. അവര് അവിടെ നിൽക്കാൻ പ്രസവിപ്പിക്കാനോ ഒരാളെ നിർത്താനുള്ള കാശും ഞങ്ങളുടെ കയ്യിലില്ല.
അങ്ങനെ അവര് പ്രയാസപ്പെട്ടു. വിശ്വാസത്തിലല്ലായിരുന്നു പുള്ളിക്കാരന്റെ വീട്ടിൽ. അവരെല്ലാം വിശ്വാസികളൊന്നുമല്ല, ഇന്നുമില്ല. ഓക്കെ. ഇന്നും അവര് വിശ്വാസികളല്ല. അച്ഛൻ സ്നാനപ്പെട്ടു, ഫാദർ സ്നാനപ്പെട്ട് മരിച്ചു. ഇപ്പോഴും അവര് അതിൽ തന്നെ നിൽക്കുന്നവരാ. പക്ഷെ അവര് അവര് SNDP അവര്. അപ്പം അതിൻ്റെതായ ഒരു പോരാട്ടമുണ്ട് അവിടെ. അന്ന് എനിക്ക് സ്ഥാനമാനോ അനിയത്തി തരത്തില്ലായിരുന്നു. അങ്ങനെ സ്ഥാനമാനം ഒന്നല്ലല്ലോ, അവരുടെ ഇടയിൽ താമസിക്കാനുള്ള ഒരു ഇത് അവര് എനിക്ക് തന്നില്ല. ഞാൻ ഗർഭിണി ഒരുപാട് അനുഭവിച്ചു, അത് പറയാം. അന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാതെ പറഞ്ഞാൽ ഓടി വരുന്നേ. അവിടുത്തെ അവസ്ഥയൊന്നും അല്ല. ഞാനാണെങ്കിൽ ഒന്നാമത് 8 മാസം ഗർഭിണിയായിരുന്ന ഞാന് പിന്നീട് ഒരു വക കഴിച്ചിട്ടില്ല. ആ കുഞ്ഞിനൊന്നും കിട്ടിയിട്ടില്ല, ആശുപത്രി കൊണ്ടുപോയിട്ടില്ല, വേണ്ട മരുന്ന് കഴിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയാണ് പ്രസവമാണെന്ന് പുള്ളിക്കാരൻ അങ്ങ് പറഞ്ഞു. പിന്നെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ, അത്ര തന്നെ. പക്ഷേ വീട്ടിൽ വന്നു. ഇവരെ വീട്ടിൽ വന്നാലും ചോറ് കഴിക്കാന്ന് പറഞ്ഞ് വന്ന ആ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവമായിരുന്നു, ഫീലിംഗ് ആയിരുന്നു. എന്നെ തിരിഞ്ഞാരും നോക്കുന്നില്ല, ആരും ഒത്തിരി അനുഭവിച്ചോണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഫുഡ് കിട്ടിയിട്ടില്ല. അന്ന് 8 മാസം തികഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് ഒരു 4 മണി വരെ എനിക്ക് ഫുഡ് കിട്ടിയിട്ടില്ല. രാവിലെ തൊട്ട് 4 മണി വരെ എനിക്ക് രാത്രി ഞങ്ങളുടെ ഫുഡ് കഴിച്ചപ്പോഴാണ് എനിക്ക് ഫുഡ് കിട്ടുന്നത്. അത് ഞാൻ മറക്കത്തില്ല ഒരിക്കലും. കാരണം ഇവരെല്ലാം കഴിച്ചു, എന്റെ ഭർത്താവ് വരെ കഴിച്ചു. ആ ഒരു അന്തരീക്ഷത്തിലായിരുന്നു അത്. എന്നെ വളരെ ഹേർട്ട് ചെയ്തു, ഒത്തിരി വിഷമിച്ചു. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ വഴി എവിടെയാണെന്ന് നീ കാണിച്ചു. അന്ന് ദൈവം പറഞ്ഞു, എന്റെ അമ്മ നിന്നെ തേടി വരികയും നിന്നെ അന്വേഷിച്ചു വരും, നാളെ ഈ ദിവസങ്ങളിൽ വരികയും നീ കടന്നു പോകണമെന്ന് പറയാനിടയായി. അങ്ങനെ അമ്മ അതേ ദിവസം വന്നു, അമ്മ അന്വേഷിച്ചു വന്നു. അമ്മയ്ക്ക് സ്വസ്ഥത ദൈവം കൊടുത്തു. അത് എഴുത്തൊക്കെ എഴുതുമായിരുന്നു അമ്മയ്ക്ക്, അന്ന് ഫോണല്ലല്ലോ. എഴുത്തെഴുതി വചനമൊക്കെ കൊടുക്കും. അമ്മയ്ക്ക് പകുതി ഒരു കാൽഭാഗം യേശു വിശ്വാസമായി. പിന്നീട് അമ്മ എന്തും പറ്റും, ഒരു ദിവസം നീ എന്റെ കൂടെ വന്ന് നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസത്തേക്ക് പോയതാ. ഒരു ദിവസം അമ്മയെ കണ്ടപ്പോ തന്നെ ജീവനായിട്ട് കൊണ്ടുപോവല്ലേ. എന്നെ കൊണ്ടുപോയി അമ്മയുടെ അടുത്ത് നിന്നു. ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു, ഓണസമയത്തായിരുന്നു. എനിക്ക് എല്ലാ ആഹാരങ്ങളും അമ്മ വെച്ചിരുന്നു. എത്രയായാലും അമ്മ അല്ലേ. അമ്മ എല്ലാ ആഹാരങ്ങളും എനിക്ക് വെച്ചിരുന്നു, വേണ്ടതെല്ലാം കഴിപ്പിച്ചു. എല്ലാവർക്കും ഒരു മുറിവുറുപ്പുണ്ടായിരുന്നു, ചുറ്റുപാട് എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരാഴ്ചത്തേക്ക് നിൽക്കാൻ വന്നതാണ്. ഒരു ദിവസം 2ആയി, 2, 3ആയി, 4ആയി. ഒരാഴ്ച കഴിഞ്ഞപ്പം 8ാം മാസത്തെ പ്രസവിച്ചു. 8ാം മാസത്തെ പ്രസവിച്ച് അവള് ആ മാസം ഇവർക്ക് വിടാൻ മനസ്സില്ലാതെ വന്നപ്പം കുഞ്ഞിനെ ഇവരെല്ലാവരും, അച്ഛനുണ്ട് അടുത്ത്, അങ്ങനെ എല്ലാവരും 6 മാസം രക്ഷിക്കപ്പെട്ടു. കുടുംബം ഒരിക്കൽ ആദ്യം എന്നെ അടിച്ച സഹോദരൻ, തീപ്പെട്ടി വരച്ചിട്ട സഹോദരൻ വിശ്വാസത്തിൽ വന്നു. അത് കഴിഞ്ഞ് അമ്മ വന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ അനിയത്തി വന്നു. അത് കഴിഞ്ഞ് 4ാമതാണ് എന്റെ അന്ന് കണ്ട ദർശനം. ഓർമ്മയുണ്ടോ? സ്വപ്നം. ആ സ്വപ്നം അതുപോലെ നിവർത്തിച്ചു. പിതാവ് വിശ്വാസത്തിൽ വന്ന് പിന്മാറിപ്പോയി, ഞങ്ങളെ വിട്ട് കടന്നുപോയി, മാറിപ്പോയി, മരിച്ചു. 6 മാസമായി മരിച്ചിട്ട്. അവരൊക്കെ ക്രിസ്തുവിൽ വിശ്വാസമില്ലാതെ പോയി, നശിച്ചു. ഇവിടെ അന്ത്യം ഭയങ്കര കഷ്ടമായിരുന്നു. അങ്ങനെ ആ പറഞ്ഞ ദർശനം നിവർത്തിച്ചു. അപ്പൊ ദൈവം പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രനിലേക്ക് അടുക്കാൻ പറ്റത്തില്ല എന്ന് അന്ന് ഞാൻ ആ വചനം നിവർത്തിച്ചു. ബാക്കി എല്ലാവരും പാസ്റ്റർമാരായി, 3 പേരും ശുശ്രൂഷയിലാണ്. വന്നു, എന്നെ കൊണ്ടുപോയി. പിന്നെ അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. പിന്നെ ആ 3ാമത്തെ ആങ്ങള ആർസിന്റെ പ്രവർത്തകനായിരുന്നു. ഞങ്ങളന്ന് ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം. അവന് എല്ലാരും കൂടെ അടിച്ച് 30 പേര് ചേർന്ന് ആർസുകാര്. ഒന്നാമത് ഞങ്ങളോടുള്ള വാശിയാണ്. അവരെല്ലാം രക്ഷിക്കപ്പെട്ടു. എൻ്റെ അമ്മ അവിടുത്തെ PMG ഗ്രൂപ്പുണ്ട്, PMG ഗ്രൂപ്പുണ്ട് വളയത്തില്. അവിടെയാണ് ഇവരെല്ലാരും കൂടെ പോയത്. ഞാൻ അവിടെ അവരെ കൊണ്ടാക്കിയതൊക്കെ. അപ്പം PMG ഗ്രൂപ്പിൽ അന്ന് ജേക്കബ് സാറും പിന്നെ നമ്മുടെ പേരെന്താ ജോസഫ് സാറ് ഒക്കെ ഉണ്ട്. പ്രവാചകരൊക്കെയാണ്.
ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരവിടെയാണ് സ്നാനപ്പെട്ടതും ആരാധിച്ചതും ഒക്കെ. അപ്പം ആ ഒരു അനുഭവത്തിൽ എന്റെ ഫാദറും വന്ന് അവിടെ സ്നാനപ്പെട്ടതാണ്. പക്ഷെ ആ സഹോദരൻ മാത്രം രക്ഷിക്കപ്പെട്ടില്ലായിരുന്നു. ഇവര് സ്നാനപ്പെട്ട് ഇവര് പള്ളിയിൽ പോകണം. ദേശക്കാർക്ക് ഭയങ്കര നേർച്ചയായിരുന്നു, അറസുകാർക്ക്, ബന്ധുക്കൾക്ക്, നാട്ടുകാർക്ക്. അത് എങ്ങനെയെങ്കിലും തകർക്കണമെന്നായിരുന്നു ചുറ്റുപാടും എല്ലാം. ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും അങ്ങ് ശത്രുക്കളായി. പിന്നെ എന്റെ ആങ്ങളെ കൊല്ലാനായിട്ട് കാത്തു നിന്നു. എവിടെയോ ഒരു വഴിയിൽ വെച്ച് 10-30 പേര് ചേർന്ന് വെട്ടിക്കൊല്ലാൻ 4 കഷ്ണമാക്കാൻ വന്നത് പിടിച്ചു വായിൽ തുണി കുത്തി കയറ്റി വെട്ടാനായിട്ട് വന്നപ്പോ യവൻ എന്ത് ചെയ്തു? യവന് യേശുവിനെ ഒന്നും ഇഷ്ടമൊന്നുമല്ല. ഇവനങ്ങ് അറിയാതെ എന്റെ ചേച്ചിയുടെ ദൈവമേ യേശുവേ നീ എന്നെ ഇപ്പം ഇന്ന് വിടുവിക്കണേന്ന് പറഞ്ഞപ്പോ വായിലിരുന്ന തുണി പറന്നുപോയി. ഈ വിളി ദേശക്കാര് കേട്ടു. അവിടെ ആരാണ്ട് കേട്ടപ്പോ ഓടി വന്നു എന്റെ കുഞ്ഞിനെ. അവര് വിചാരിച്ചു അവരെ കുഞ്ഞിനെ കൊല്ലുന്നേന്ന്. അവരൊരു മോനുണ്ട്, എന്റെ മോനെ കൊല്ലുന്നേന്ന് പറഞ്ഞപ്പോ നാട്ടുകാരങ്ങ് കൂടി. യവന്മാരെല്ലാം ഇട്ടിട്ട് ഓടി. അടിയിടിയും ചതവൊക്കെ കിട്ടി. അങ്ങനെ അവനെ പേർക്കട ആശുപത്രി കൊണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് എല്ലാരും യാക്കോബ് സാറില്ല യോസഫ് സാറ് പറഞ്ഞു, മരണം ഒരുപാട് കാണുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് പല മരണങ്ങളും കാണുന്നുണ്ട്, ഈ ദേശം വിട്ടു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പുനലൂർ അന്ന് ഞങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഇവർ പുനലൂർ വന്ന് ഒരു വാടക വീട്ടിൽ വന്ന് താമസിച്ചുകൊണ്ട് പിന്നെ ഓരോരുത്തർ, അന്നത്തെ ചെറുപ്പമാണ് അവരൊക്കെ, അന്ന് ഓരോരുത്തർ ഹൈസ്കൂളിൽ പോവുകയും പിന്നെ അതോടൊരു പാസ്റ്റർമാരാകുകയും അവളെ ഒരു പാസ്റ്റർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കും. ഇതിനെല്ലാം ദൈവം വഴികളെ ഒരുക്കി. ഇന്ന് എല്ലാവരും കർത്താവിന്റെ വേലയിൽ. ഒരാൾ ബാംഗ്ലൂരായിരിക്കുന്നു. ബാംഗ്ലൂര് നമ്മുടെ പേര് മറന്നുപോയി. പിന്നെ നല്ലൊരു സ്ഥലത്താണ് ബാംഗ്ലൂർ. നമ്മളിവിടുന്ന് കൃഷ്ണപുരം അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഒരാൾ അടൂര്, ഒരാളിപ്പോ കുണ്ടറയിലുണ്ട്. ഇങ്ങനെ 3 പേര് വേലക്കാരാണ്. ഞാനിങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല ആയതുകൊണ്ടാണ് ചർച്ച ഒന്നും എടുക്കാത്ത. 12-15 വർഷമായി. സിസ്റ്റർ, അത് കഴിഞ്ഞ കുഞ്ഞുങ്ങളുടെ ഇതും കൂടെ ജനനം. ആ മോള് ജനിച്ചു. അത് കഴിഞ്ഞ് 2ാമത്തെ മോള് ജനിച്ചു. അവള് 7 വയസ്സിന് ഇളയതാണ്. കണ്ട മോള് 2ാമത്തെ മോള്. 3ാമത്തെ മോള് അവർ 2 വയസ്സിലാണ്. അവരുടെ ജനനം എല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അവരെ പഠിപ്പിച്ചു. അതൊരു കഥയാണ്. അവരെ ഒറ്റയ്ക്ക് എല്ലാം വഹിച്ച് കഷ്ടപ്പെട്ട് ഓരോ ദിവസവും. മൂത്ത മോള് പഠനത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ദൈവം ഒരു വാഗ്ദത്തം തന്നിരുന്നു, അവള് മെഡിസിന്റെ ഡോക്ടറാകും. ഇവളെ പഠിത്തം കണ്ട ഇവള് ഡോക്ടറല്ല, ഒന്നും ആവത്തില്ല എന്ന് തോന്നുമായിരുന്നു. ഇവള് നല്ലോണം പഠിച്ചോണ്ടിരുന്നതാ. പിന്നെ ഇവളൊന്ന് പിറകിലോട്ട് പോയി. പിന്നെ എന്തായാലും ദൈവം നല്ല മാർക്ക് കൊടുത്തു. +2 നല്ല മാർക്ക് കൊടുത്തു. പിന്നെ അവളെ ചൈനയ്ക്ക് വിടാനായിട്ട് 5 രൂപ കയ്യിലില്ല. എന്നാ അപ്പോഴാണ് ആക്സിഡന്റ് ആയത്. അപ്പോഴേ ദൈവം 5ാം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തി നിന്നെ ഹെൽപ്പ് ചെയ്യും എന്റെ മോളെ പഠിപ്പിക്കാനാണ്. അന്നൊരു ദേവദാസൻ പറഞ്ഞു, ഈ മോള് ഡോക്ടർ ആവുക. അപ്പം ആ ഒരു അവസ്ഥയില് ദൈവം എന്നോട് പറഞ്ഞു, തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊക്കെ അങ്ങോട്ട് കൂടുതലൊന്നും ഞാൻ വിശ്വസിക്കത്തൊന്നുമില്ലായിരുന്നു. കാരണം ഏതോ അതൊരു എന്താണെന്ന് അറിയില്ല. ആ ദേവദാസൻ പറഞ്ഞത്, ആ മരിച്ചുപോയ പ്രവാചകൻ. അപ്പൊ ഞാന് വിചാരിച്ചു തോമസ് ആരെങ്കിലും ആയിക്കോട്ടെ, ആ ടൈം നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എനിക്ക് ആരും ഹെൽപ്പ് ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു. ഇവള് പഠിച്ച് തന്നെ മെഡിക്കൽ കോളേജിൽ കയറണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ദൈവത്തിനറിയാം ഇവളെ എവിടെ ഇങ്ങനെയൊക്കെ പഠിക്കും. എന്തായാലും ഇവള് പഠിച്ചു. ചൈനയിൽ വിടുന്നതിന് മുമ്പ് ഒരു ശൂന്യാവസ്ഥയായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ വല്ലാത്ത വിഷമിച്ചു. പിന്നെ എനിക്കറിയാവുന്നുള്ളൊരു ദേവദാസൻ ഉണ്ട്, ഒരു പാസ്റ്റർ ഉണ്ട്. പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, അത് സിസ്റ്റർ എൻ്റെ പൈസയൊന്നും ഇല്ല. ഇപ്പം ലോണ് വെക്കാനായിട്ട് പോയപ്പോഴാണ് പുള്ളി ആക്സിഡന്റ് ആയത്. അത് പൈസയൊന്നും ഇല്ല, ഡോളറിന്റെ ചെക്ക് ഇരിപ്പുണ്ട്, ആരെങ്കിലും ഡോളർ അയച്ചെന്ന് ഞാൻ നാളെ തന്നെ പൈസ തരാം, നാളെ മറ്റന്നാളെ പോകണം, തരാന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് എന്ന് പറഞ്ഞ ആളിനെ ദൈവം അതിനു മുമ്പേ ഞാൻ പരിചയപ്പെട്ടു. പക്ഷെ ഇദ്ദേഹമാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോണെന്ന് നമുക്കറിയില്ലായിരുന്നു. അമേരിക്കയിൽ തന്നെ അവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും.
അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനോട് ഞാൻ വിളിച്ചു. ഇത് രണ്ടുപേരും തോമസാ ഈ പറഞ്ഞു. അപ്പൊ അമേരിക്കയിൽ ഞാൻ തോമസ് അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ എനിക്ക് ഇച്ചിരി പൈസ വേണം. ഞാൻ പെട്ടെന്ന് അയച്ചു തന്നു. അങ്ങനെ 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ അയച്ചു തന്നു. അത് കൊടുക്കണ്ടായിരുന്നു. അത് ദൈവം പ്രവർത്തിച്ചു. അവള് പോയി. പിന്നെ എല്ലാ വർഷവും അവര് കുറെ ചെയ്യും, കുറച്ച് ഞാൻ ചെയ്യും. ലാസ്റ്റിലായപ്പോ എനിക്ക് ചെയ്യാൻ വയ്യാത്തൊരു കണ്ടീഷൻ വന്നു. അപ്പൊ ഒരു പ്രയറിന് വേണ്ടി ദൈവം മദ്രാസിൽ കൊണ്ടുപോയി. ആ പ്രയറിൽ അവര് അവൾക്ക് പഠിക്കാനുള്ള തുക, ആ പ്രയർ എന്ന് പറഞ്ഞാൽ വെറും പ്രയർ അല്ല, അവരൊരു കുരുക്കി കിടക്കുക. ആ കുരുക്കഴിച്ചപ്പം എനിക്കൊരു തുക, ഒരു 6 ലക്ഷം രൂപ അവൾക്ക് പഠിക്കാനായിട്ട് ഒരുക്കി. അതൊരു വലിയ അത്ഭുതമായിരുന്നു അവളെ പഠിപ്പിച്ചത്. പിന്നെ കുഞ്ഞുങ്ങളെല്ലാം നല്ല സ്കൂളുകളിൽ പഠിപ്പിച്ചു. കിങ് സ്കൂൾ എന്ന് പറയും, ഇവിടുത്തെ ഇന്റർനാഷണൽ സ്കൂളാണ്. അതിൽ തന്നെ പഠിപ്പിക്കാൻ ദൈവം പറഞ്ഞു. കർത്താവിനോട് പറഞ്ഞു അവരെല്ലാം അങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് അവരൊക്കെ അവിടെ ആയത്. അവിടെ പോയതും അവിടെ കല്യാണം കഴിച്ചു. ഇവക്കാർക്കാ ഇനി? എനിക്ക് ആരുണ്ട്? ആരുമില്ല. ഭർത്താവ് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ആരുണ്ട്? ആരുമില്ല. ഒരാൾ കൊണ്ടുവരാനില്ല, ഒന്നുമില്ല. പക്ഷെ സമയമായപ്പം ദൈവം ഒരു പയ്യനെ ഒരുക്കി. ഒരു പാസ്റ്റായിരുന്നു. എല്ലാവരും ഡോക്ടർമാരായി. ഇവിടെ നല്ല, അവൾ ഇന്ത്യൻ ടെസ്റ്റ് പാസ്സായി, ഇവിടെ ഡോക്ടറായിരുന്നു. കാണാനും നല്ലതായിരുന്നു. അപ്പോഴേ ഒരുപാട് കല്യാണങ്ങൾ വന്നു, ഡോക്ടേഴ്സൊക്കെ. പക്ഷെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അവൾക്ക് ഒറ്റയടി വന്നു, അവൾക്ക് അമേരിക്ക മതിയാണ്. ദൈവത്തിന്റെ പ്ലാനിങ് എന്ന് ഓർക്കും. എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ പറഞ്ഞപ്പോ അമ്മ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുന്നു. ഞാൻ നോക്കിയപ്പോ അത് തന്നെ. ഞാൻ പറഞ്ഞു, ഈ ചൈനയെ പഠിച്ചവൾ അവിടെ ചെന്നിരുന്ന് USMLE എഴുതി പാസ്സായി, നീ ഒരു ഡോക്ടർ ആവാൻ എനിക്കറിയില്ല, ഇന്ത്യൻ ടെസ്റ്റ് പാസ്സാവുന്നത് പോലെയല്ല എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്നും വിഷയം പറഞ്ഞു. അങ്ങനെ ഇരുന്ന ഇവക്ക് ദൈവവിളിയുണ്ട്, നല്ല ദൈവവിളിയുണ്ട്. കുഞ്ഞിലെ വയറ്റിൽ കിടന്ന് അതുപോലെ അനുഭവിച്ചതും ദൈവം എന്നോട് പറയുന്നു. 3 കുഞ്ഞുങ്ങൾക്കും അത് തന്നെ. ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇവൾ അവിടെ കിടന്ന് അമേരിക്കയിൽ ചെന്ന് എന്തൊടുക്കാനാ? കഥവും പൂട്ടിക്കിടന്ന ഇരിക്കുന്ന ആളുകൾ അങ്ങോട്ട് ചെന്ന് എത്തി നോക്കാൻ പറ്റാതെ, സ്വാതന്ത്ര്യമില്ല, അത് എങ്ങനെ സുവിശേഷം ചെയ്യും എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഈ പയ്യൻ വന്ന് പാസ്റ്ററാണ്, ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്ററാണ്. അന്ന് അവള് സമ്മതിച്ചു. അങ്ങനെ കൊണ്ടുപോയി. ഇന്നും പാസ്റ്ററാണ്. ഇന്ന് പാസ്റ്റർ അമ്മയാണ്, യൂത്തിന്റെ ലീഡറാണ്. ഭയങ്കര മിടുക്കിയാണ്. ഞാൻ കേൾക്കാനിടയായ ഒരു സംഭവമുണ്ട്. ഇവർ രണ്ടുപേരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അവിടെ നിങ്ങളുടെ അടുത്താണെന്ന് തോന്നുന്നു, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം രാമായണോ മഹാഭാരതമോ അങ്ങോട്ട് ട്രാക്ട് കൊടുക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാനിടയായി. അവനോട് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ രാജ്യത്തില് സുവിശേഷം പറയാൻ ഭയങ്കര എതിരായതുകൊണ്ട് ഇവിടെ വന്നിരുന്നുണ്ട് ഇത് കാണിക്കേണ്ട ആവശ്യമില്ല, സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഇല്ല, നീ ആവശ്യമില്ലാതെ ഒന്നും ചെയ്യരുത്, ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവള് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു അവരുടെ പ്രസംഗം തീർന്ന് ട്രാക്റ്റ് ഒക്കെ കൊടുക്കുക. അവളെന്നോട് ക്രിസ്തുവിനെ അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങി. അങ്ങ് ഭയങ്കര പ്രസംഗിക്കും, നല്ല എന്നെ പോലെ ഒന്നുമല്ല, നല്ല അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ആ ട്രാക്ട് ഇങ്ങനെ കേട്ടത് അതിട്ടിട്ട്, ആ രാമായണ മഹാഭാരതത്തിന്റെ ട്രാക്ട് അവിടെ ഇട്ടിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പോയെന്നൊക്കെ ഞാൻ കേൾക്കാനിടയായി. ഈ അടുത്ത സമയത്ത് ഭയങ്കര സ്പിറ്റാണ്. പിന്നെ ഈ കത്തോലിക്കയിലൊക്കെ ചെന്ന് ഇവൻ എത്തി നോക്കുകയൊക്കെ ചെയ്യും. അമ്മ കത്തോലിക്കയിലെ പള്ളിയിലൊക്കെ ചെന്ന് ഇവൻ എത്തി നോക്കും. കൊച്ചിനോട് വെറുതെ ഇരിക്കുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞൊക്കെ പൊടിപ്പിക്കുക. അങ്ങനെയല്ല, അവൻ ചുമ്മാ, അവന് വേറെ രീതി, അവന്റെ രീതി എന്താ പറയാ, അതൊന്നും ചെയ്യരുതെന്ന് പറയുന്നത്. അയ്യോ മമ്മി അങ്ങനെയൊന്നും അല്ല, ഞാൻ എങ്ങനെയാണ് ഈ പ്രേയർ ഒക്കെ ആണെന്നുള്ളത് ചിന്തിക്കുന്നത് നമ്മൾ അറിയണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുന്നതൊക്കെയാണ്. ഇവൾക്കൊരു ഇത് എന്തോന്ന് സ്പിറ്റ് കയറാൻ വേണ്ടി ചെയ്യുന്നതാന്നൊക്കെ പറയും. പക്ഷെ ഇവൾക്ക് അതിനോടെല്ലാം എതിരാ. അവിടെ സുശേഷം നല്ലോണം പറയുന്നുണ്ട്, നിറയെ പാവങ്ങളും ഉണ്ട് അവിടെയൊക്കെ സുശേഷം പറഞ്ഞു അവിടെ ദൈവം അനുഗ്രഹിക്കുന്നു. പിന്നെ പഠനം, ഒരു ടെസ്റ്റ് പാസ്സായി, 2ാമത്തെ ടെസ്റ്റ് പഠിച്ചോണ്ടിരിക്കുന്നു, ഇതുവരെ എഴുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവൾ അവിടുത്തെ ഡോക്ടർ ആവുമെന്ന് ഇവനെ ഒരു പാസ്റ്റ വിളിച്ചോ പറഞ്ഞു, നീ കർത്താവിന്റെ വേല അങ്ങോളം ഇങ്ങോളം അമേരിക്ക നീ ഇളക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അവള് പറഞ്ഞു എനിക്കെങ്ങനെയാണ് അമേരിക്ക ഇളക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അവളുടെ കാര്യം. 2ാമത്തവള് അവിടെ ഈ പറഞ്ഞ ഒരു അത്ഭുതമായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ബിടെക്
കഴിഞ്ഞപ്പോൾ എങ്ങോട്ട് പോകണമെന്നില്ല. ഒരു ദേവദാസം എന്ന് പറഞ്ഞ് UK ആണെന്ന്. അത് പിന്നെ ഇപ്പൊ എല്ലായിടും UK തുറന്നു കിടക്കുന്നുണ്ട്. പ്രവാചകന്മാരെല്ലാം UK എന്ന് പറയും. ഞാൻ പറഞ്ഞു ഇത് UK ഇപ്പൊ തുറന്നു കിടക്കും, പോണവരെല്ലാം ഇപ്പൊ UK പോണം, അത് പ്രവചനം, അതൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ മമ്മി പറയാന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ USA കണ്ടു. പക്ഷെ മമ്മിക്ക് എനിക്കറിഞ്ഞൂടെ ഈ മമ്മിയുടെ പ്രവചനമൊന്നും. മമ്മിയുടെ പ്രവചനം ഈ നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സമയം വന്നപ്പം ദൈവമെല്ലാം അതൊരുക്കി. അവള് തന്നെ അനുസരിച്ചു. അതിന്റെ ടെസ്റ്റ് പാസ്സായി, അവിടുത്തെ ടെസ്റ്റുകളെല്ലാം പാസ്സായി. മൂത്ത മരുമകൻ ലോൺ എടുത്തു കൊടുത്തു. അങ്ങനെ അവള് പഠിച്ചു. അവിടെ ചെന്ന് പഠനം 2 വർഷം കൊടുത്തത് 1.5 വർഷം കൊണ്ട് പഠിച്ചു, പാസ്സായി. ഇപ്പം കണ്ട മോളാണ്. അത് കഴിഞ്ഞ് അവള് അവിടെ നല്ല ആദ്യം ഒരു നല്ല ജോലി കിട്ടി. എല്ലാവരും വിഷമിപ്പിച്ചു, ഫ്രഷ് ആയതുകൊണ്ട് ജോലി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ധൈര്യമായിരിക്കും, ദൈവം വിട്ടെങ്കിൽ നിനക്ക് ജോലി കിട്ടും. അങ്ങനെ അവള് ജോലിക്ക് അതുപോലെ തന്നെ ഒരു നല്ല കമ്പനി കിട്ടി. അതിനേക്കാൾ ശ്രേഷ്ഠമായ ആമസോൺ എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു കമ്പനിയിൽ അവർക്ക് പല സെക്ഷനും ഉണ്ട്. അതിൽ വലിയൊരു കമ്പനിയിൽ ഇപ്പം അസിസ്റ്റന്റ് മാനേജരായിട്ട്, കൊച്ചുകുട്ടിയായിട്ടാണ്, വലിയ പ്രായമൊന്നുമില്ല, കയറി. അവിടുന്ന് പറയുന്നത്, എൻ്റെ വാസെടുത്തെന്ന് പറയുന്നിട്ട് 20 ആണുങ്ങളാണ്, ഞാനൊരു പെണ്ണേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഫാസ്റ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇവരോട് എനിക്ക് ശക്തിയായിട്ട് പോരാടാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അടുത്തത് അങ്ങനെ അവിടുത്തെ കമ്പനിയിലെ ഏറ്റവും ടോപ്പില് ഒരു പൊസിഷൻ, നല്ലൊരു പൊസിഷനിലാണ് ഇപ്പൊ അവൾ ഇരിക്കുന്നത്. ഇളയവള് സൈക്കോളജി കഴിഞ്ഞൊരു ചെറിയ ജോലി ചെയ്യുന്നു. ഇതാണ് എൻ്റെ അനുഭവസാക്ഷ്യം. 3 പിള്ളേരുടെ. പിന്നെ ദൈവം തന്നെ പോയത് അച്ഛൻ്റെ വീഴ്ചയോടുകൂടിയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒറ്റയ്ക്കുള്ള ജീവിതം എല്ലാം തകർന്നു തരിപ്പണമായെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാം പൊളിഞ്ഞു വാരിയ സ്ഥാനത്ത് നിന്നു. ആക്സിഡന്റ് ഉണ്ടായില്ലയോ? അതെ, എല്ലാം തകർന്നു, എല്ലാം പോയി, എല്ലാം ഒന്നുമില്ലാത്ത മിനിസ്റ്റർ ചെയ്യാൻ വയ്യാത്ത അവസ്ഥ, എല്ലാം തകർന്ന് നിന്ന പരിഹാസം. ഇന്നും ആ നിന്നയില്ലാത്ത ദിവസമില്ല. നിന്ന വാരിയെറിഞ്ഞ സമയങ്ങൾ ഓരോ നിമിഷങ്ങളിലും കർത്താവ് അനുഗ്രഹിച്ച്, കുഞ്ഞുങ്ങളെ കൂടെ അനുഗ്രഹിച്ച്, ദൈവം എല്ലാ വഴികളും ദൈവം. എനിക്ക് മിനിസ്ട്രിക്ക് പോകാൻ വയ്യ, അമ്മ പ്രായമായി, ദേഹത്തിന് വല്ലാത്ത അവസ്ഥയായി, മിനിസ്ട്രിക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിഞ്ഞപ്പോഴാണ് എനിക്ക് ബൈബിൾ കോളേജ് തുറന്നത്. അതൊരു അത്ഭുതമായിരുന്നു. ഞാൻ ഡൗൺ ആവുമോന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ അനേക കുഞ്ഞുങ്ങൾക്ക് ഞാൻ പ്രയോജനപ്പെടുന്നുണ്ട്. ഒരുപാട് പിള്ളേർ ബന്ധനത്തിലാണ്, പലവരും. അവിടെ എനിക്ക് പ്രയോജനപ്പെടാൻ ദൈവം ഇടയാകുന്നുണ്ട്. നിൽക്കുന്ന സമയം കുഞ്ഞുങ്ങളോട് അവരുടെ ബന്ധനങ്ങൾ അഴിക്കാനും പ്രാർത്ഥിക്കാനും, സാറന്മാർക്കായാലും. എൻ്റെ മിനിസ്ട്രി ദൈവം മറ്റൊരു സ്ഥലത്തേക്ക്, ഈ പറഞ്ഞതുപോലെ ഇസബെല്ല വല്ലാതെ കിടന്ന് വിളിച്ചു കൂവിയ സമയത്തും ഏലിയാവിന്റെ ശുശ്രൂഷയ്ക്ക് പങ്കൊന്നും വന്നില്ല, അല്ലേ? ഭയപ്പെട്ട് കിടന്ന് പിന്നെ ചുരച്ചെടി ചുവട്ടിലായിരുന്നെങ്കിലും ദൈവം പറഞ്ഞു എഴുന്നേറ്റ് വീണ്ടും പോകാൻ. ഞാനിങ്ങനെ ഈ വചനം എന്നോട് പറഞ്ഞു, നിനക്ക് ശുശ്രൂഷ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എങ്ങോട്ടാന്നൊക്കെ ചിന്തിക്കും. ഇവരെ എന്നും ഇട്ടിട്ട് പോകാനും മേല കർത്താവേന്ന്. പക്ഷെ ദൈവത്തിനൊരു കൂട്ടം ജനത്തെ വാർത്തെടുക്കാൻ എന്നെ ആവശ്യമുള്ളത് കൊണ്ട് ആ കോളേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു അമ്മയായിട്ട്, അനേകർക്ക് വിടുതലായിട്ട്, പല കുഞ്ഞുങ്ങൾക്കും പല രോഗങ്ങള്, പല ബന്ധനങ്ങള്, പല വിഷമങ്ങള്, വളരെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ എല്ലാം വടക്കേന്ത്യയിലെ പിള്ളേരാണ് കൂടുതലും. അന്ന് ഞാൻ പറഞ്ഞില്ലേ വടക്കേന്ത്യയിലെ വേല എനിക്ക് എന്റെ ഉള്ളിൽ കിടക്കണം. പക്ഷെ എല്ലാരും എന്നെ മിനിസ്ട്രിക്ക് വേണ്ടി വിളിക്കുന്നുണ്ട്. അവിടെ അവരുടെ അപ്പന്മാര്, പാസ്റ്റർമാരുടെ മക്കളും ഉണ്ട്. പക്ഷെ എല്ലാരും വിളിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ഇങ്ങനെയായിരിക്കാം കണ്ടത്, വടക്കേന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി അവരെ വാർത്തെടുക്കാൻ ദൈവം. പലരും പെട്ടിയെടുക്കുമ്പോഴത്തേക്കും അവിടെ വെച്ച് അവര് പിന്നെ പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നു. എന്റെ പഠനവും നടക്കുന്നുണ്ട്, ഒരു വശത്തോടെ ശുശ്രൂഷയും നടക്കുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലെ കൂടെ ഇപ്പോഴത്തെ അവസ്ഥ കടന്നു പോകുന്നു. ഞാൻ ഗൾഫ് രാജ്യങ്ങളെല്ലാം മിനിസ്ട്രിക്ക് കടന്നുപോയി. അമേരിക്കയിലൊന്നും പോയിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളെല്ലാം മിനിസ്ട്രിക്ക് പോയി. നോർത്ത് ഇന്ത്യയിൽ മിനിസ്ട്രി ചെയ്യുന്നുണ്ട് കേട്ടോ, ചെയ്തുകൊണ്ട് അങ്ങനെ പോയി വന്നുള്ള മിനിസ്ട്രി അല്ല. നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് നിങ്ങളെ പോലെയുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആഗ്രഹമായിരുന്നു മാഡത്തിനെ പോലെ ഒരു ശുശ്രൂഷ നിന്ന് അനേക ദേശത്തൊക്കെ വില സ്ഥാപിക്കണമെന്നും ഒരു സ്ഥാനത്ത് നിൽക്കണമെന്നും ഒക്കെ എന്റെ സ്വപ്നമായിരുന്നു. അതൊന്നും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹമല്ലല്ലോ, ദൈവത്തിന്റെ ആഗ്രഹം.
നമ്മുടെ ഇഷ്ടമല്ല, ദൈവം ഓരോരുത്തരെയും ഓരോ രീതിയിലാണല്ലോ അതെ. അതെ. പിന്നെ എനിക്ക് പലവിധമായ രോഗം പിന്നെയും ഉണ്ടായി, മരണത്തിൽ നിന്നുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടായില്ല. ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ഇത്രത്തോളം അമ്മയുണ്ട്. അമ്മയും ഭയങ്കര സാക്ഷി. അമ്മയ്ക്ക് രോഗം സൗഖ്യമാക്കി കേട്ടോ. ഞാൻ അത് ഇടയ്ക്ക് വിട്ടുപോയി പറയാന്. അമ്മ രോഗസൗഖ്യം പ്രാപിച്ചു. അമ്മയ്ക്ക് ശ്വാസകോശത്തിന്റെ ഒരു അത് ലിവറിന് കേടായിരുന്നു. ആ ലിവർ ദൈവം വെച്ചു കൊടുത്തു. അങ്ങനെയാണ് അമ്മ വിശ്വാസത്തിൽ വരുന്നത്. ഇന്നും അമ്മ മരിക്കും എന്ന് പറഞ്ഞ അമ്മ ഈ കഴിഞ്ഞ നാളുകളിൽ ആശുപത്രി കിടന്നെങ്കിലും ദൈവം വീണ്ടും ജീവിച്ചു ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. ഇവരെയൊന്നും കളഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിനിസ്ട്രിക്കൊന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെയാണ് എൻ്റെ സാക്ഷ്യം. വലിയവനായ ദൈവം നടത്തിയ വലിയ നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നന്ദിയുടെ ദിവസങ്ങളായിരുന്നു. ഇന്ന് ചർച്ചില് നന്ദി പറഞ്ഞു. ദൈവനാമത്തിന് സ്തോത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ദാവീദ് പറയുന്നത് പോലെ ആമേൻ. എത്ര കഷ്ടങ്ങൾ, എത്ര വേദനകൾ, എത്ര അതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ലാത്തതുപോലെ ആഭിചാരക്കാരന്മാരെ നിന്ന പരിഹാസം ഇതിന്റെ നടുവിലെല്ലാം നിൽക്കുമോ എന്ന് വിചാരിച്ചു. ഇന്നലത്തെ ഒരു ദിവസം പറഞ്ഞു 91 സങ്കീർത്തനം തന്നെ ദൈവത്തിന്റെ ദാസിക്കുള്ളത്. 91 സങ്കീർത്തനം തന്നെ അത് തന്നെയാണ് കർത്താവിന്റെ ദാസികൾ. പക്ഷെ ഒരു കാര്യം, ദീർഘായുസ് കൊണ്ട് നിന്നെ മൂടും. എന്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ഞാൻ അവന് ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനത്തിനോടുകൂടി നമ്മൾ പറ്റിയിരുന്ന സത്യത്തിന്റെ ആത്മാവ് നമ്മൾ നടത്തും. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കലും കൈവിടുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം നടത്തും. ഞാൻ നിന്റെ പേര് വലുതാക്കും എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. അല്ലെങ്കിൽ നമ്മൾ വലുതാകാനൊന്നും പോകണ്ട, ദൈവം നടത്തിക്കോളും. സ്തോത്രം. നമ്മൾ അവിടെ ഇരുന്നാൽ മാത്രം മതി. കർത്താവിന് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ അവന്റെ കരങ്ങളിൽ നമ്മളൊരു അവനെ അനുസരിക്കുന്ന ഒരു പാത്രമായി മാറണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവനെ അനുസരിക്കുന്ന ഒരു പാത്രമാക്കി മാറ്റിയ അഹങ്കാരം നമ്മളിൽ ഒരിക്കലും മൂടരുത്. ഞാനെന്നുള്ള ഭാവവും അഹങ്കാരവും നമ്മൾ വന്നു മൂടിയാൽ നമുക്ക് പിന്നെ കണ്ണ് കാണാൻ മേലാതാവും. നമ്മുടെ കാഴ്ച നഷ്ടപ്പെടും. നമ്മുടെ ഞാൻ പറഞ്ഞ ആത്മീയ കാഴ്ച നഷ്ടപ്പെടും. നമ്മുടെ ആത്മാവിന്റെ ആരാധന കുറയും. വചനത്തിന്റെ ധ്യാനം കുറയും. നമ്മളെ കണ്ണുനീര് കുറയും. നമ്മുടെ പാതകൾ നിരപ്പില്ലാതെ ആവും. ആ പിശാച് വല്ലാതെ നമ്മളെ ഇഴയ്ക്കും. പക്ഷെ ഇത് ഒന്നുമില്ല എങ്കിൽ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രതികൂലമാകട്ടെ, 1000-ഉം 10,000-ഉം നിന്റെ മുമ്പിൽ വീണാലും നിനക്ക് ഭയപ്പെടാനില്ല. കാരണം എന്താ? 1000 പേരും 10,000 നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, അല്ലെ? അടുത്ത് വരും. പക്ഷെ അതൊന്നും നിന്നെ തൊടുകയില്ല. ദൈവനാമത്തിൽ നന്ദിയോട് സ്തോത്രം. അതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തിക്കൊള്ളുമെന്നുള്ള വിശ്വാസം. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് അന്ത്യകാലമാണ്. ഇത് അന്ത്യസമയമാണ്. നമുക്ക് ഒരുങ്ങേണ്ട സമയമാണ്. പക്ഷെ ഒരുക്കം നമ്മളിലില്ല. ഞാൻ പറയുന്നത് ഞാൻ പോലും ഒരുങ്ങുന്നില്ല. ഈ പറയുന്നത് ഞാൻ പോലും ഒരുങ്ങാൻ മറന്നു പോകുന്നുണ്ട്. സ്തോത്രം. നമുക്ക് ആഴമായി ഒരുങ്ങാനുണ്ട്. വചനം ആഴമായി ഗ്രഹിക്കാനുണ്ട്. സത്യം നമ്മളെ മുമ്പിൽ കാണാൻ കുറഞ്ഞു വരുക. സഭയ്ക്കകത്ത് കാണുന്നില്ല. സഭയ്ക്കകത്ത് കാണുന്നില്ല. വിശ്വാസികളിൽ കാണുന്നില്ല. അവരിലല്ലേ കാണേണ്ടത്? അധികമായി അവരിൽ ഞാൻ കാണുന്നില്ല. പക്ഷെ എല്ലാരും സത്യത്തിലാണെന്നാ പറയുന്നത്. എല്ലാരും വിശുദ്ധിയിലാണെന്നാ പറയുന്നത്. എല്ലാവരും നേരായ നടക്കുന്നേ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. നിങ്ങൾക്കാണ് കുഴപ്പം, ഞങ്ങൾക്കല്ല കുഴപ്പം എന്നാണ് പറയുന്നത്. ആരെയൊക്കെ വേദനിപ്പിക്കാമോ അതുപോലെ വേദനിപ്പിക്കുന്ന നമ്മുടെ സഭകള് ആദ്യം ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദേശമൊക്കെയും ഒരു ഉണർവുണ്ടാവുവാൻ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു ഉണർവുണ്ടാവുവാൻ, ആ ഉണർവ് ഇന്ത്യയിലും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഭകൾ ഉണരുവാൻ. സഭകള് കൺവെൻഷൻ നടക്കുന്നു, പ്രാർത്ഥന നടക്കുന്നു, ഉപവാസം നടക്കുന്നു, കൈയടിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ ഞാൻ കാണുന്നില്ല ആ സ്നേഹം, ആ ദൈവിക സ്നേഹം എന്നൊരിടവും കാണുന്നില്ല. വന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന ആ ദൈവ സ്നേഹം എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇന്ന് അവരവരുടേതായ സെൽഫ്, അവരുടെ സ്വാർത്ഥത, പിശാചി പലരുടെ ഹൃദയത്തെ കവർന്നെടുത്തിരിക്കുക. നമുക്ക് അതിൽ നിന്നെല്ലാം ഉണരുവാൻ ഒരു
എല്ലാവരോടും ആഹ്വാനം ചെയ്യുക. എന്റെ സൂമി മീറ്റില് ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ പറയുക, നാം നമ്മെ തന്നെ ഒരുക്കണം. നമ്മളൊക്കെ ഒരുക്കാൻ ആരുമില്ല. നമ്മളെ തന്നെ ഒരുക്കി കാത്തിരിക്കുന്ന നല്ലൊരു മണവാട്ടിയെ ചേർക്കുവാൻ കർത്താവ് ഈ വരുവാൻ സമയമായി. 10 കന്യമാര് 5 പേര് നഷ്ടപ്പെട്ടവരെ കൂട്ടത്തിലല്ല, അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരുക്കം ഉണ്ടായിരുന്നു, അവർക്ക് വിളക്കുണ്ടായിരുന്നു, അവരുടെ ഉടുപ്പ് ഉടഞ്ഞിട്ടില്ല, അവരുടെ ആഭരണത്തിന് മങ്ങൽ സംഭവിച്ചിട്ടില്ല, ഒന്നുമേ സംഭവിക്കാതെ ഇരുന്നപ്പോൾ പക്ഷേ കർത്താവ് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ എണ്ണ കരുതി കൊള്ളണം. ദൈവനാമത്തിന് സ്തോത്രം. ദൈവസ്നേഹം നിറച്ചുകൊണ്ട് സുവിശേഷം നമുക്ക് 4 ചുറ്റും ഹല്ലേലൂയ തന്നാലായത് മറിയ ചെയ്തതുപോലെ ദൈവനാമത്തിന് സ്തോത്രം. തനിക്കുള്ളത് ആ മറിയ തനിക്കുള്ളതല്ല, അതുവരെ അവൾ സ്വരൂപിച്ച് വെച്ചതൊക്കെയും അവൾ എന്ത് ചെയ്തു? ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചിലർ പറയുന്ന തലയെ കൂടെ ഒഴിച്ചെന്നാണ്, ചിലർ പറയുന്നു പാദപീഠത്തിൽ ഒഴിച്ചു കൊടുത്തു. ദൈവനാമത്തിന് സ്തോത്രം. അവൾക്ക് ഇഷ്ടമുള്ളത് മുടി കൊണ്ട് തവർത്തി. അവൾക്ക് തന്നാലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 വെള്ളിക്കാശ്. 300 വെള്ളിക്കാശ് എന്ന് പറയുമ്പോ ഇന്നത്തെ 48 ലക്ഷം രൂപ. അവർ 30 വെള്ളിക്കാശ് ആണ് കർത്താവിനെ വിറ്റത്. അന്ന് അടിമയുടെ വില 30 ആയിരുന്നു, കർത്താവിന് വിലയിട്ടത് 30. പക്ഷേ അവളുടെ 300 വെള്ളിക്കാശ് ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഒഴിച്ചുകൊണ്ട് അവളെ ഹല്ലേലൂയ തന്നാലായത് ചെയ്തതുപോലെ നമുക്കുള്ളതെല്ലാം എന്റെ യേശുവിന് വേണ്ടി നമ്മുടെ ശരീരം ദേഹം ദേഹിയെല്ലാം സ്നേഹത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് ആമേൻ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. സമയം കർത്താവിന്റെ ദാസിക്കും കേട്ടോട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസിയുടെ കുടുംബവും കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് നന്ദി പറയുന്നു. അവർക്ക് വേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അപേക്ഷിച്ചു സാക്ഷിത്തു. ആമേൻ. താങ്ക് യു ദേവദാസി. കർത്താവ് സഹായിക്കട്ടെ. ഓക്കെ ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, മീറ്റിംഗ് നിർത്തിയാട്ടെ. ഓക്കെ പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് സ്വർഗസ്നായ പിതാവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സൂം മീറ്റിംഗിലെ കർത്താവേ, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവസന്നിധി നിന്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അടിയനിടയാക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വലിയ നീ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ ചെവികളിൽ ഈ സാക്ഷ്യം എത്തിക്കുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, നീ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നടത്തിപ്പുകാർ സിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഈ വേല വളർന്നു വരുവാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ ദർശനം വളർന്ന് വന്ദനിക്കുവാൻ, അനേകർക്ക് വിടുതലാകുവാൻ, ദൂരത്തും ചാരത്തും ഇരുന്ന് അനേകരുതി വചനങ്ങൾ കേട്ട് അനേക സാക്ഷ്യങ്ങൾ കേട്ട് രക്ഷിക്കപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനവധി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം സഹായിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥന അനുഗ്രഹിക്കണമേ. അവർക്കൊക്കെ നല്ല ജോലികളെ കൊടുക്കണമേ. അവർക്ക് സുവിശേഷം കൊടുക്കണമേ. കുഞ്ഞുങ്ങളിൽ മേലുള്ളതായ എല്ലാ വിശേഷ വസ്ത്രം നീതിപ്രവൃത്തികൾ കൊടുക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെയും ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, അധികം പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ദാസിയെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ശുശ്രൂഷയുടെ വയല് ദൈവം വീണ്ടും വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. അവരുടെ ഇടയിലുള്ള പോരാട്ടങ്ങളെ ദൈവം ശാസിക്കണമേ. അന്ധകാര കെട്ടുകളെ ദൈവം അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിടുവിക്കണമേ, കെട്ടുകളെ അഴിക്കണമേ, ബന്ധനങ്ങളെ അഴിച്ചു മാറ്റണമേ. ദേശത്ത് വലിയൊരു കൊയ്ത്ത് കൊണ്ടുവരണമേ. കർത്താവേ സ്തോത്രം. അനുഗ്രഹിച്ചാട്ട് ദൈവനാമ മഹത്വത്തിനായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ലോകത്തിലെ എല്ലാ ജനത്തിന്റെ നടുവിലും ഒരു വലിയ വിടുതലായി ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം, മഹത്വം നീ എടുക്കണം. എല്ലാ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.